Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. ഇന്ന് നമുക്ക് ദുഹാ നമസ്കാരത്തെ കുറിച്ചാണ് പഠിക്കാൻ. ദുഹാ നമസ്കാരം അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നമസ്കാരമാണ് ദുഹാ നമസ്കാരം എന്ന് പറയുന്നത്. ഉമ്മഹാനി റളിയല്ലാഹു അൻഹ, ഉമ്മഹാനി റളിയല്ലാഹു അൻഹ പറയാണ്, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല ബൈതഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാനിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. യൗമ ഫതഹി മക്ക, മക്കം ഫതഹായ ദിവസം. ഈ ദുഹാ നമസ്കാരത്തിന്റെ ഹദീസ് പറയുമ്പോൾ ഈ ഹദീസ് ഉമ്മഹാനിയുടെ ഹദീസാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഹദീസ്. അതിന് പറയാൻ കാരണം, ഉമ്മഹാനി എന്ന് പറയുന്നത് അബൂ താലിബിന്റെ മകളാണ്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാണ്? പിതൃ സഹോദരനാണ്. അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. അബ്ദുൽ മുത്തലിബിന്റെ മറ്റൊരു മകനാണല്ലോ അബ്ദുള്ളയുടെ മകനാണ് നബി. മറ്റൊരു മകനാണ് അബൂ താലിബ്. അപ്പോൾ നബിയുടെ വാപ്പാടെ സഹോദരനാണ് അബൂ താലിബ്. അബൂ താലിബിന് 4 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. ഒരു മകനാണ് അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ്, അബൂ താലിബിന്റെ മോനാണ്. മറ്റൊരുമാരാണ് ജഅഫർ ഇബ്നു അബീ താലിബ്, ജഅഫർ റളിയല്ലാഹു അൻഹു, ജഅഫർ തയ്യാർ. പിന്നെ 2 മക്കളുണ്ടായിരുന്നു, അഖീൽ, ത്വാലിബും അഖീലും. 2 മക്കൾ മുസ്ലിമീങ്ങളായി, ജഅഫറും അലിയും മുസ്ലിമീങ്ങളായി. അബൂ താലിബ് മരിക്കുന്ന 3 പെൺമക്കളുണ്ടായിരുന്നു. അതിൽപ്പെട്ടൊരു മകളാണ് ഉമ്മുഹാനി. അവരുടെ പേര് ഫാഹിത്ത എന്ന യഥാർത്ഥ പേര്, ഫാഹിത്ത. ഉമ്മുഹാനി എന്നുള്ളത് കുഞ്ഞത്തലം എന്ന് പറയും, ഓമന പേര്. ഉമ്മയിലേക്കും അപ്പയിലേക്കും ചേർത്ത് വിളിക്കല്ലേ, അബുൽ ബുസ്ര എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഉമ്മുഹാനി. അവരുടെ പേര് ഫാഹിത്ത എന്നാണ്. അബൂ താലിബിന്റെ സ്വത്ത് 2 മക്കൾക്കായി കിട്ടിയത്. ആ മക്കൾക്ക് അലി റളിയല്ലാഹു അൻഹുവിനും ജഅഫറുല്ലാഹിനും കിട്ടിയില്ല. കാരണം മതം മാറിക്കഴിഞ്ഞാൽ സ്വത്ത് കിട്ടൂലല്ലോ. കാഫറിന്റെ സ്വത്തിന് മുസ്ലിമിനും ഇല്ല, മുസ്ലിമിന്റെ സ്വത്ത് കാഫറിനും ഇല്ല. വാപ്പ കാഫറായതുകൊണ്ട് സ്വത്ത് മുസ്ലിം മക്കൾക്ക് കിട്ടിയിട്ടില്ല. അതാണ് ഉമ്മഹാനി റളിയല്ലാഹു അൻഹ. അപ്പോൾ ഈ നബിസ്വല്ലാസുകളുമായിട്ട് ഉമ്മഹാനി വലിയ ബന്ധം. 40 ഹദീസുകൾ ഉമ്മഹാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 40 ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഉമ്മഹാനി റളിയല്ലാഹു അൻഹ. ഇവരുമായിട്ട് നബിസ്വല്ലാസുകൾക്ക് വലിയ ബന്ധമുണ്ട്. ഈ നബിതങ്ങളുടെ ഉമ്മ വാപ്പ മരിച്ചതെപ്പോഴാണ്? നബിയെ ഗർഭം ധരിച്ച സമയത്ത് തന്നെ വാപ്പ മരിച്ചു. വാപ്പാനെ നബി കണ്ടിട്ടില്ലല്ലോ. ഉമ്മ മരിച്ചത് 2 വയസ്സിൽ. 2-ാം വയസ്സിൽ മദീനയിൽ പോയി. ഉമ്മയുടെ കുടുംബം മദീനയിലാണ്. അവിടെ പോയി മടങ്ങി വരുന്ന സമയത്താണ് അബവ എന്നൊരു സ്ഥലത്ത് വെച്ചാണ് ഉമ്മ മരിക്കുന്നത്. ഉമ്മനെ അവിടെ തന്നെ കബറടക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന അവരുടെ വൃത്തിയാണ് ഉമ്മയിമൻ. അവരാണ് നബീനെ മക്കയിൽ എത്തിക്കുന്നത്. 2 വയസ്സിൽ ഉമ്മ മരിച്ചു. പിന്നെ നോക്കിയത് വല്യപ്പയാണ്, വല്യപ്പ അബ്ദുൽ മുത്തലിബ്. നബിക്ക് 8 വയസ്സുള്ളപ്പോൾ അബ്ദുൽ മുത്തലിബ് മരിച്ചു. 6-ാം വയസ്സിൽ ഉമ്മ മരിച്ചു. 8-ാം വയസ്സിൽ പിന്നെ നോക്കിയ ആൾ അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് മരിച്ചു. പിന്നെ നബി അബ്ദുൽ മുത്തലിബ് മരിക്കാൻ സമയത്ത് മകൻ അബൂ താലിബിനെ വിളിച്ച് പറഞ്ഞിരുന്നു, നബീനെ നോക്കണമെന്ന് സംരക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് അബൂ താലിബാണ് സംരക്ഷണം ഏറ്റെടുത്തത്. പിന്നെ നബിസ്വല്ലാസിന്റെ സംരക്ഷണം മുഴുവൻ അബൂ താലിബാണ്. അബൂ താലിബ് മരിക്കുന്ന നബിസ്വല്ലാസങ്ങൾ ഹിജറയുടെ 10-ാം വർഷമാണ്, നുബുവത്തിന്റെ 10-ാം വർഷം. എനിക്ക് നുബുവത്ത് കിട്ടി 10-ാം വർഷം അബൂ താലിബ് മരിച്ചു. അതുവരെ ദീർഘമായൊരു കാലയളവ് അബൂ താലിബാണ് നബിയെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് നബിയാവുന്ന സമയത്ത് അബൂ താലിബ് ഉണ്ടല്ലോ, നുബുവത്ത് കിട്ടി 10 വർഷം വരെ ഉണ്ട്. അപ്പോഴാണ് ഖുറൈശികൾ വന്ന് അബൂ താലിബിനോട് പറഞ്ഞല്ലോ, മുഹമ്മദിനൊന്ന് മര്യാദയ്ക്കിരിക്കാൻ പറ, ഈ മതമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് ശരിയാവില്ല, മര്യാദയ്ക്കാണ് ഇവിടെ ജീവിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അബൂ താലിബ് നബി വിളിച്ച് പറഞ്ഞല്ലോ, മോനെ അവരിങ്ങനെ പറയണ്ടല്ലോ, നീ എപ്പോഴും മയപ്പെടും, അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോഴാണ് നബി പറഞ്ഞത്, എൻ്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനെ വെച്ച് തന്നാലും ഇതിനകത്തൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഞാനില്ല എന്ന് തീർത്ത് പറഞ്ഞു. അബൂ താലിബ് മുസ്ലിം ആകാൻ വേണ്ടി വിശ്വാസികൾ ഏറെ ആഗ്രഹിച്ചിരുന്നു. അവസാനം പോലും മരണസമയത്ത് ചെന്നിരുന്ന് പറഞ്ഞല്ലോ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം, ബാക്കി ഞാൻ ഏറ്റവും പറഞ്ഞു. എന്നിട്ടോ മനുഷ്യൻ എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. അപ്പോഴും പറഞ്ഞത്, മോനെ ഇപ്പം ഞാൻ ഇസ്ലാം സ്വീകരിച്ചാൽ മരിച്ച ഈ ആൾക്കാരെന്ന് പറയും. അതാണ് മനുഷ്യൻ ചിന്തിച്ചത്. അബൂബക്കർ പറയുന്നത്, എൻ്റെ വാപ്പ മുസ്ലിം ആകണേക്കാളും എനിക്കിഷ്ടം നബിയുടെ മുത്താപ്പ മുസ്ലിം ആകണമായിരുന്നു. സ്വന്തം
സ്വന്തം, കാരണം നബിയോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ പറയണതാണ്. അബൂബക്കറിന്റെ വാപ്പ പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. അപ്പൊ ഈ ഉമ്മുഹാനി അബൂ താലിബിന്റെ മകളായതുകൊണ്ട് തന്നെ നബി കൂടുതൽ കാലം എവിടെ ജീവിച്ചത്? അബൂ താലിബിന്റെ വീട്ടിലാണ്. അപ്പൊ അന്ന് അവിടെ ആരുണ്ട്? ഉമ്മാനി ഉണ്ട്, അബൂ താലിബിന്റെ മോളാണ്. അങ്ങനെ നബിയുമായി വലിയ ബന്ധമൊക്കെ. അതുകൊണ്ട് ഇസ്രാ മിറാജിന് വേണ്ടി നബി പോകുന്നത് ഉമ്മാനിയുടെ വീട്ടിൽ നിന്നാണ്. ഇസ്രാ മിറാജിന് പോയല്ലോ, ആ പോകുന്നത് ഉമ്മഹാനിയുടെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. അങ്ങനെ ഉമ്മഹാനിക്ക് നബിയോട് വലിയ സ്നേഹമായിരുന്നു. ഈ ഉമ്മഹാനിയെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം ആലോചിച്ചു. കല്യാണം കഴിക്കാൻ പറ്റൂലേ? പറ്റുമോ? വിവാഹബന്ധം ഹറാമായ ആൾക്കാരെ സുഹൃത്ത് നിസായിന്റെ 23-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്തവരെല്ലാം ഹലാലാണ്. സഹോദരിയുടെ മക്കളോ എളിമാടെ മുത്തുമാടെ കൊച്ചുമാടെയൊക്കെ മക്കള് പറ്റുമോ? പറ്റും. ഓരോരുത്തരുടെ ഒന്നു പറയും. നമുക്ക് പെങ്ങളാണെന്ന് നമ്മൾ പറയുമെങ്കിൽ ഓരോരുത്തട്ട ഒന്നു പറയും. ഉമ്മാടെ അനിയത്തിയുടെ മകളെ കല്യാണം കഴിക്കാൻ പാടില്ലേ? പറ്റും. ഒന്നു പറയും. അന്യസ്ത്രീയാണ്. അപ്പൊ ഏതായാലും വിശ്വാസങ്ങൾ ഉമ്മഹാനിനെ കല്യാണം ആലോചിച്ചു. അപ്പോ അബൂ താലിബ് കല്യാണം കഴിച്ചു കൊടുത്തില്ല. അബൂ താലിബ് പറഞ്ഞത്, അബൂ താലിബ് വേറെ കല്യാണം, ഹുബൈറ ഇബ്നു അബി വഹബ് എന്ന് പറയുന്ന ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. നബിക്ക് കൊടുത്തില്ല. ഹുബൈറ എന്ന് പറയുന്ന ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അബൂ താലിബ് എന്ന് പറഞ്ഞ ന്യായം ഇന്നൽ കരീമല യുക്കാഫുൽ കരീമാന്നാണ്. ഓരോരുത്തർക്കും ഒരു കുഫു ഉണ്ടല്ലോ. ഇവൾക്ക് കുഫുവായത് ഹുബൈബാണെന്ന് പറഞ്ഞ് നബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തില്ല. ആ ബന്ധത്തിൽ ഉമ്മാനിക്ക് 4 കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു കാഫറാണല്ലോ. ഉമ്മഹാനി കാഫറാണ്, ഭർത്താവും കാഫറാണ്. അപ്പോഴാ വിവാഹം നടക്കണം. 4 മക്കളുണ്ടായി. ഉമ്മഹാനി മുസ്ലിം ആയത് കുറെ താമസിച്ചാണ്. മക്കം ഫത്തഹിനാണ് മുസ്ലിം ആകുന്നത്. എന്ന് പറഞ്ഞാൽ മക്കയിൽ നബി ഉള്ള ആദ്യ കാലത്തൊന്നും ഒരു മുസ്ലിം ഇല്ല. മദീനയിലേക്ക് നബി ഹിജറ പോയി. മക്കം ഫത്തഹിന് വേണ്ടി പിന്നീട് വന്നപ്പോഴാണ് ഈ ഉമ്മഹാനി മുസ്ലിം ആകുന്നത്. അതുവരെ അവർ മുസ്ലിം ആയിട്ടില്ല. മക്കം ഫത്തഹിന് വേണ്ടി വന്ന സമയത്ത് വിശ്വാസങ്ങൾ കൂടെ ആയിരക്കണക്കിന് സഹാബാക്കളുണ്ട്. മത്താഫിൽ തവാഫ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം സഹാബാക്കൾ നീങ്ങിത്തറഞ്ഞിരിക്കാം. അന്ന് ഏറ്റവും തിരക്കേറിയ ദിവസമാണ്. കാരണം തന്നെ ആട്ടി ഓടിച്ച നാട് പിടിച്ചെടുക്കുകയാണ്, കീഴ്പ്പെടുകയാണ്. പിടിച്ചെടുക്കുകയല്ല, നാട് തനിക്ക് കീഴ്പ്പെടുകയാണ്. മക്കയുടെ അധികാരം നബിക്ക് കിട്ടുന്ന ദിവസമാണ്. ഏറ്റവും നിർണായകമായ ദിവസമാണ്. നമ്മളൊന്ന് ആലോചിച്ച്, ഇതൊരു സംസ്ഥാനത്തിന്റെ അധികാരം കിട്ടിയ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നബിക്ക് മക്കയുടെ അധികാരം തിരിച്ചു കിട്ടുകയാണ്. സ്വന്തം നാട് തിരിച്ചു കിട്ടി. ഏറ്റവും തിരക്കേറിയ ഒരു ദിവസമാണ്. അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഈ പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അതാണ് ഈ ഹദീസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ആ തിരക്കേറിയ ദിവസത്തിലാണ് ഉമ്മുഹാനി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല ബൈതഹ, എൻ്റെ വീട്ടിലേക്ക് കടന്നു വരാൻ കാരണം നബിക്ക് ഇവിടെ തങ്ങാൻ വീടൊന്നുമില്ല. മക്കയിൽ നബിക്ക് വീട്ടിലേക്ക് ഒപ്പടെ വന്ന സഹാബാക്കൾക്ക് ആർക്കും വീടില്ല. കാരണം എന്താ? ഇവരൊക്കെ ഹിജറ പോയവരാണ്. ഇവരുടെയൊക്കെ വീട് മക്കക്കാരായ മുശ്രിക്കുകൾ പിടിച്ചടക്കി. ഇപ്പൊ നമ്മളെ ഇവിടുന്ന് ഓടിക്കണം എന്തിനാണുള്ളത്? നമ്മുടെ സ്വത്തൊക്കെ എന്ത് ചെയ്യണം? ഇവർക്ക് പിടിച്ചെടുക്കണം. ഇതുപോലെ മക്കയിൽ നിന്ന് സഹാബത്തിനെ ഓടിച്ചിട്ട് മക്കയിലുണ്ടായ സഹാബത്തിന്റെ വീടും പറമ്പും സ്വത്തെല്ലാം ആരെടുത്തു? മുശ്രിക്കുകൾ എടുത്തു. ഈ മക്കം പിടിച്ചത് ഫതഹാകാൻ വേണ്ടി വന്ന സഹാബാക്കൾക്ക് ആരും മക്കയിൽ താമസിക്കാൻ ഒരു വീടും സ്ഥലമൊന്നുമില്ല, ലഭിക്കില്ല. അപ്പോഴാണ് ഉസാമ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ നമ്മളെവിടെ താമസിക്കും? നമ്മളിവിടെ തന്നെ, അങ്ങെവിടെ താമസിക്കുന്നു ചോദിച്ചു. ഉള്ള ഒരു വീടെന്ന് പറഞ്ഞാൽ അഖീൽ എന്ന് പറയുന്ന അബൂ താലിബിന്റെ മകന്റെ വീടാണ്. അത് കുറെ ദൂരെയാണ്. അവിടെയാണ് നബിക്ക് തങ്ങാൻ പറ്റിയ വീടുള്ളത്. അവിടെ കുറെ ദൂരെയാണ്. അപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു വിശ്വാസികളെ പറഞ്ഞു, നമുക്ക് ഉമ്മാനിയുടെ വീട്ടിൽ പോകാം. ഉമ്മുഹാനി മുസ്ലിം അല്ല എന്ന് നബി പറഞ്ഞു. ഉമ്മുഹാനിയുടെ വീട്ടിലേക്ക് പോകാം. അതിന് ഉമ്മുഹാനിയുടെ വീട്ടിൽ പോകാൻ നബിക്ക് അത്ര സ്വാതന്ത്ര്യമുള്ളൂ. ഒരു മുസ്ലിം അല്ലെങ്കിലും നബിക്ക് സ്വാതന്ത്ര്യം. ഒന്ന് നബിയുടെ പിതൃ സമൂത്താപ്പാടെ മോളാണ്. തന്നെയല്ല നബിയുമായി വലിയ സ്നേഹം പങ്കിടുന്ന ഒരാളാണ്. മുസ്ലിം ആയിട്ടില്ലെങ്കിൽ പോലും നബിയുടെ എതിർപ്പൊന്നുമില്ല. ഉള്ളിൽ വലിയ സ്നേഹമുണ്ടെന്ന് പ്രകടിപ്പിക്കുന്ന ആളാണ് ഉമ്മുഹാനി. അവൻ നബി പറഞ്ഞു ഉമ്മുഹാനിയുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഉമ്മുഹാനിയുടെ വീട്ടിലേക്ക് വരുന്നത്. ഉമ്മുഹാനിയുടെ വീട്ടിൽ വന്നിട്ട് നബി എന്താ ചെയ്ത്? ഫഖ്തസല, നബി അവിടെ കുളിച്ചു, അല്ലെങ്കിൽ ഒന്നും ചെയ്തു. എന്നിട്ട് വസല്ലാ 8 റക്അത്ത് നിസ്കരിച്ചു. ഈ നിസ്കാരമാണ് ദുഹാസ്കാരം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്രയും തിരക്കുള്ള ഒരു ദിവസം നബി ദുഹാസ്കാരം ഉപയോഗിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മത്താഫിൽ ആയിരക്കണക്കിന് സഹാബാക്കളുണ്ട്. പരിശുദ്ധമായ കഅബ നബിക്ക് കീഴ്പ്പെട്ടു, അത് ശുദ്ധീകരിച്ചു, അതിനകത്ത് നിസ്കരിച്ചു. ഈ തിരക്കുള്ള ദിവസം നബി
ഉമ്മഹാനിയുടെ വീട്ടിലേക്ക് വന്നിട്ട് ആദ്യം ചെയ്തതൊന്ന് കുളിച്ചു. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു? നിസ്കരിച്ചു. 2 റക്അത്തല്ല, 8 റക്അത്ത് ദുഹ നിസ്കരിച്ചു. അപ്പോൾ നബി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു ദിവസം പോലും എന്തൊഴിവാക്കിയിട്ടില്ല? നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ പറയാൻ ചില കാരണമുണ്ട്. പിന്നീട് ചില ഹദീസുകൾ വരുമ്പോൾ നമുക്ക് നബി നിസ്കരിച്ചില്ല എന്ന് തോന്നും. ആണ് അതിനെ ശക്തിപ്പെടുത്തി പറഞ്ഞത്. ആ ഒരു തിരക്കുള്ള ദിവസം പോലും നബി നിസ്കരിക്കാൻ ഒരിടം കണ്ടെത്തുകയും ഉമ്മഹാനിയുടെ വീട്ടിൽ പോയി 8 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മഹാനി വരുന്നതെന്നാണ്. ഫാത്തിമ ബി നബി അങ്ങനെ മറച്ചു പിടിച്ചിട്ടുണ്ട് കുളിക്കുമ്പോൾ എന്ന് പറയുന്നത്. ഉമ്മഹാനി വന്നപ്പോൾ നബി ഉമ്മഹാനിയെ സ്വാഗതം ചെയ്തു. ആരാന്ന് ചോദിച്ചു. ഉമ്മാനി എന്ന് പറഞ്ഞു. മർഹബൻ ബി ഉമ്മഹാനി, ഉമ്മഹാനിക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് നബി സ്വാഗതം ചെയ്യുന്നുണ്ട്. അവർ കാഫറാണെങ്കിലും അവരോട് വിരോധമില്ല, അവർക്ക് തിരിച്ചു വിരോധമില്ല. അങ്ങനെ നബി ഉമ്മഹാനി കാത്തിരുന്നു. നബി നിസ്കാരം കഴിയുന്നവരെ കാത്തിരുന്നു. വിശ്വാസി 8 റക്അത്ത് നമസ്കരിച്ച് വരുന്നവരെ ഉമ്മഹാനി അവിടെ കാത്തിരുന്നു എന്നാണ്. അങ്ങനെയാണ് ഉമ്മഹാനി മുസ്ലിമാകുന്നത്. മക്ക ദിവസം നബിയെ കൊണ്ട് വിശ്വസിക്കും. വിശ്വാസം അങ്ങനെ ചിലർക്ക് മാപ്പ് കൊടുത്തു. ആ മാപ്പ് കൊടുത്തിൽപ്പെട്ട ഒരാളാണ് ഉമ്മഹാനി അല്ലേ? ഉമ്മഹാനിക്ക് മാപ്പ് കൊടുത്തു. ഉമ്മഹാനി ഇസ്ലാം സ്വീകരിച്ചു. ഉമ്മഹാനി ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാനിയോട് വിവാഹം ആലോചിച്ചു. ഉമ്മഹാനിയോട് വിവാഹം ആലോചിച്ചു. അന്നൊരു വിവാഹം ആലോചിച്ചിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഉമ്മഹാനിയുടെ ഭർത്താവ് മുസ്ലിം അല്ല. സ്വാഭാവികമായിട്ട് അവരുടെ വിവാഹബന്ധം വേർപെട്ടു. ഉമ്മഹാനി മക്ക മൊത്തം ഇസ്ലാം സ്വീകരിക്കുന്നു, ഭർത്താവ് ഇസ്ലാം സ്വീകരിക്കുന്നില്ല. അതോടുകൂടി അവരുടെ വിവാഹബന്ധം എന്ത് ചെയ്തു? വേർപെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാനിയെ കല്യാണം ആലോചിച്ചു. അപ്പോൾ ഉമ്മാനി പറഞ്ഞ മറുപടി, നബിയെ യാ റസൂലല്ലാഹ് ഇന്നക അഹബ്ബു ഇലയ്യ മിൻ സമഇ വ ബസരി, എൻ്റെ ചെവിയേക്കാളും എൻ്റെ കണ്ണിനേക്കാളും അങ്ങയോട് എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പം അങ്ങയുമായി കല്യാണം കഴിക്കാനുള്ള പ്രശ്നം, എനിക്ക് ചെറിയ മക്കളുണ്ട്. ഞാൻ അങ്ങയെ വിവാഹം കഴിച്ചാൽ എൻ്റെ മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങയുടെ കാര്യം ശ്രദ്ധിക്കാൻ പോയാൽ മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയില്ല. മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ പോയാൽ അങ്ങയുടെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയില്ല. ഭർത്താവിനോടുള്ള ബാധ്യത എത്രയാണെന്ന് എനിക്കറിയാം. ഈ ചെറിയ മക്കളെ വളർത്തിക്കൊണ്ട് അങ്ങയോടുള്ള കടപ്പാട് പൂർത്തിയത് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ ഉമ്മഹാനി എന്ത് ചെയ്തു? ആ വിവാഹത്തിന് അപ്പോൾ നിരസിച്ചു. പക്ഷെ പിന്നീട് മക്കൾ വലുതായി കഴിഞ്ഞപ്പോൾ ഉമ്മഹാനി ഇങ്ങോട്ട് ആലോചിച്ചു. ഉമ്മഹാനി വന്ന് നബിയോട് പറഞ്ഞു, എനിക്ക് അങ്ങയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, ഇപ്പോൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. കാരണം മക്കളൊക്കെ വലുതായി, നോക്കാൻ ആളായി, സ്വയം ജീവിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മൽ ആന ഫലാ, ഇപ്പോൾ ഞാൻ എന്നെ വിവാഹം കഴിക്കുന്നില്ല. അതിന് കാരണം അല്ലാഹു തആല എൻ്റെ വിഷയത്തിൽ ഒരു ആയത്ത് ഇറക്കിയിട്ടുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാത്തി ആതൈത ഉജൂറഹുന്ന വമാ മലക്കത് യമീനുക മിമ്മാ അഫാ അല്ലാഹു അലൈക വബനാതി അമ്മിക വബനാതി അമ്മാതിക വബനാതി ഖാലിക വബനാതി ഖാലാതിക അല്ലാത്തി ഹാജർന മഅക. ഈ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയാം? യാ അയ്യുഹൻ നബിയ്യു, പ്രവാചകരെ, ഇന്നാ അഹ്ലൽനാ ലക, നാം താങ്കൾക്ക് അനുവദിച്ചിട്ടുണ്ട്, അസ്വാജക, താങ്കളുടെ ഭാര്യമാരെയെല്ലാം ഞാൻ താങ്കൾക്ക് അനുവദിച്ചു തന്നതാണ്, ഹലാലാക്കി തന്നതാണ്. ഏത് ഭാര്യമാർ? അല്ലാത്തി ആത്തൈത ഉജൂറഹുന്ന, താങ്കൾ മഹർ കൊടുത്തിട്ടുള്ള എല്ലാ ഭാര്യമാരും താങ്കൾക്ക് അനുവദനീയമാണ്. ഇതുവരെ മഹർ കൊടുത്ത് കല്യാണം കഴിച്ച എല്ലാ ഭാര്യമാരും താങ്കൾക്ക് അനുവദനീയമാണ്. അതുപോലെ തന്നെ ഒമാ മലക്കത്തെ യമീനിക, താങ്കളുടെ കീഴിലുള്ള അടിമ സ്ത്രീകളും താങ്കൾക്ക് അനുവദനീയമാണ്. അന്നത്തെ വ്യവസ്ഥയിൽ അടിമ സ്ത്രീയെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അടിമ സ്ത്രീകൾ ഒരു പുരുഷൻ എന്ത് ചെയ്യാം? ശാരീരിക ബന്ധനം ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ മഹർ കൊടുത്ത് കല്യാണം കഴിച്ച പെണ്ണുങ്ങളും താങ്കൾക്ക് പറ്റും, താങ്കളുടെ കീഴിൽ അടിമ സ്ത്രീകളും താങ്കൾക്ക് പറ്റും. മിമ്മ അഫാ അല്ലാഹു അലൈക, യുദ്ധത്തിലൊക്കെ താങ്കൾക്ക് കിട്ടുന്ന അടിമ സ്ത്രീ ഉണ്ടാവുന്നത് എങ്ങനെയാണല്ലോ? യുദ്ധത്തിൽ തടവിൽ പിടിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അടിമകളായി അവരെന്താ ചെയ്യുക? മുസ്ലിങ്ങൾ വീതിച്ചെടുക്കും. അത് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ അത് അനുവദനീയമായി. എന്നിട്ട് ഇപ്പോൾ ബനാത്തി അമ്മിക്ക, താങ്കളുടെ പിതൃ സഹോദര പുത്രിമാരും അനുവദനീയമാണ്. പിതൃ സഹോദരന്മാരുടെ പുത്രിമാരെയും കല്യാണം കഴിക്കും. അപ്പോൾ ബനാത്തി അമ്മാത്തിക്ക, അതുപോലെ പിതൃ സഹോദരി പുത്രിമാർ, വാപ്പാടെ സഹോദരങ്ങളുടെ പെൺമക്കളെയും പറ്റും, വാപ്പാടെ സഹോദരിമാരുടെ പെൺമക്കളെയും കല്യാണം കഴിക്കാം. ഒബനാത്തി ഹാലിക്ക, താങ്കളുടെ മാതൃ സഹോദര പുത്രിമാർ, അവരെയും പറ്റും. ഒബനാത്തി ഹാലാത്തിക്ക, മാതൃ സഹോദരി പുത്രിമാർ, അവരെയും പറ്റും. പക്ഷേ അല്ലാത്തി ഹാജറിനമാക്ക, താങ്കളോടൊപ്പം ഹിജറ ചെയ്തവരായിരിക്കണം അവർ. ശരിഞ്ഞോ? താങ്കളോടൊപ്പം ഹിജറ ചെയ്തവരാണെങ്കിൽ ആരെ വിവാഹം കഴിക്കാം? പിതൃ സഹോദര, മാതൃ സഹോദരി പുത്രിമാരെ വിവാഹം കഴിക്കാം. ഉമ്മഹാനി എന്ത് ചെയ്തിട്ടില്ല? ഹിജറ ചെയ്തിട്ടില്ല. കാരണം ഉമ്മാനി ഇപ്പോൾ മുസ്ലിം ആയിട്ടുള്ളൂ, ഹിജറയുടെ കാലം കഴിഞ്ഞു പോയല്ലോ.
ഉമ്മാനി മുസ്ലിമായ ഉമ്മാനിക്ക് ഹിജറയില്ല, അതുകൊണ്ട് ഉമ്മാനിയെ കല്യാണം കഴിക്കാൻ പാടില്ല. ഈ വിവരമാണ് ആരോട് വിശ്വാസം പറഞ്ഞു ഉമ്മാനിയോട് പറഞ്ഞത്. അപ്പൊ ആദ്യം ജാഹിലിയത്തിൽ കല്യാണം പാപ്പാന്റെ അബൂതാലിബിനോട് വെച്ച് അബൂതാലിബ് സമ്മതിച്ചിട്ടില്ല, കൊടുത്തില്ല, വേറെ കല്യാണം കഴിച്ചു. മുസ്ലിം ആയതിനു ശേഷം നബി അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് ഉമ്മാനി സമ്മതിച്ചില്ല. ഉമ്മാനി വന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോഴോ അള്ളാഹു താല അതിന് നിയമം ഇറക്കുകയും ചെയ്തു, പാടില്ല നിയമം ഇറക്കുകയും ചെയ്തു. ഏതായിരുന്നല്ല വിവാഹം ചെയ്തിട്ടില്ല. ആ ഉമ്മഹാനിയുടെ വീട്ടിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ 8 റക്അത്ത് നിസ്കരിച്ചത്. എന്നിട്ട് ഉമ്മഹാനി പറയാണ്, ഫലം അറ സലാത്തൻ കത്തു, ഞാനൊരു നിസ്കാരവും കണ്ടിട്ടേ ഇല്ല, അഹഫ മിൻഹ, ഇതിനേക്കാളും ചെറുതാക്കി നബി നിസ്കരിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ചുരുക്കിയ നിസ്കരിച്ചത്. കാരണം അന്ന് തിരക്കുള്ളൊരു ദിവസമാണ്, എന്നാൽ പോലെ നിസ്കാരം വിട്ടില്ല, ചുരുക്കി നബി ഞങ്ങൾ നിസ്കരിച്ചു. എന്നാലും നബി റുക്കവും സുജൂദൊക്കെ പൂർണ്ണമായിട്ട് ചെയ്തു, അതിലൊന്നും കുറവും വരുത്തിയില്ല. നിസ്കാരം ചുരുക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായിരിക്കും? അപ്പൊ സൂറത്തിലും ചുരുക്കി എന്നാണ് പറഞ്ഞാൽ അർത്ഥം. റുക്കവും സുജൂദൊക്കെ പൂർണ്ണമായി ചെയ്തു. വക്കാലത്ത് ഈ റിവായത്തിന്റെ ഉഖറ, മറ്റൊരു റിപ്പോർട്ടിൽ ഉമ്മാനി പറയുന്നുണ്ട്, വദാലിക ദുഹ, ഈ നിസ്കരിച്ച നിസ്കാരം ഏതായിരുന്നു? ദുഹയായിരുന്നു. ആ സമയത്ത് നിസ്കരിച്ച നിസ്കാരമാണ്. അപ്പൊ ദുഹാ നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരം വിശ്വാസങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിമിതങ്ങൾ ചെയ്ത ഒരു നമസ്കാരമാണ് ദുഹാ നിസ്കാരം എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലായി. ഇനി ദുഹാ നിസ്കാരം എത്ര റക്അത്താണ്, അതിന്റെ സമയം ഏതാണ് എന്നുള്ള വിഷയങ്ങളാണ്. മറ്റൊരു ഹദീസ്, മുആദത്തെ കാലത്ത് സഅൽതു ആയിഷത, ആയിഷയോട് ഞാൻ ചോദിച്ചു, കംകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര റക്അത്താണ് ദുഹാ നിസ്കരിച്ചിരുന്നത് ചോദിച്ചപ്പോൾ കാലത്ത് ആയിഷ ബി പറഞ്ഞത് 4 റക്അത്ത്, 4 റക്അത്താണ് നബി ദുഹാ നിസ്കരിച്ചിരുന്നത്. വയസീദു മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിക്കുന്ന അത്രയും നബി ചിലപ്പോൾ ദീർഘിപ്പിക്കാറും ഉണ്ടായിരുന്നു. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നിസ്കാരം എത്ര റക്അത്തായിരുന്നു? 4 റക്അത്തായിരുന്നു എന്ന് മനസ്സിലായി. ദുഹാ നിസ്കാരം എന്നുള്ളത് ഹനഫി മദ്ഹബിൽ സുന്നത്തുൻ മംദൂബ എന്ന് പറയും. മന്ദൂബായ സുന്നത്ത് എന്ന് പറയും. സുന്നത്ത് തന്നെ പല കാറ്റഗറി ഉണ്ട്. അവരതിനെ പെടുത്തുന്നത് മന്ദൂബായ സുന്നത്തായിട്ടാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് ഹനഫി മദ്ഹബിൽ 4 റക്അത്താണ്. 12 വരെ പറ്റും. 12 വരെ പറ്റും. ദുഹ എന്ന നിയ്യത്തിൽ 12 വരെ പറ്റും. 4 റക്അത്താണ് ശ്രേഷ്ഠം. മാലികി മദ്ഹബിൽ മുസ്തഹബായ സുന്നത്ത് നിസ്കാരമാണ്. മുസ്തഹബ് എന്ന് പറഞ്ഞാലും സുന്നത്ത് തന്നെയാണ്, പക്ഷെ അതിന്റെ ഇസ്തിലാഹിന്റെ രീതി, സാങ്കേതിക പ്രയോഗത്തിൽ വ്യത്യാസമുണ്ട്. മുസ്തഹബ്, മൻദൂബ്, സുന്നത്ത് എന്നൊക്കെ പറയുന്നത്. മാലികി മദ്ഹബിൽ മുസ്തഹബാണ്, ഏറ്റവും കുറഞ്ഞ 2 റക്അത്താണ്. മാലികി മദ്ഹബിൽ കുറഞ്ഞത് 2 റക്അത്താണ്. കൂടിയത് എത്രയാണെന്ന് ചോദിച്ചാൽ അതിന് എണ്ണമില്ല, എത്രയും ആകാം, എത്രയും തഹജ്ജുദ് നിസ്കാരം. എന്നാൽ 2 വിധം സലാം വീട്ടി. മാലികി മദ്ഹബിൽ വേറൊരു നിയമം കൂടിയുണ്ട്. അൽ അഫ്ളലു അദ്മൽ മുദാവമത്തി അലൈഹി ഇദാ ഖശിയ നാസു യഅ്തിഖാദ വജൂബിഹ, ജനങ്ങൾ ഇത് നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് പതിവായി നിസ്കരിക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് മാലികി മദ്ഹബ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പതിവായി നിസ്കരിച്ചാൽ ഇത് കണ്ട ആളുകൾ ഇതൊരു ഫർളാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യാതിരിക്കുക? പതിവാക്കാതിരിക്കുക. അതാണ് അങ്ങനെ ചില ഹദീസുകൾ അതിനകത്ത്. അതാണ് മാലികി മദ്ഹബ്. എല്ലാവരും ഇങ്ങനെ അനുസരിക്കുന്നുണ്ടല്ലോ, അത് ഫർളാണെന്ന് ചില വിശ്വസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ വിശ്വസിച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാകുമല്ലോ, ഫർളല്ലല്ലോ. ഷാഫി മദ്ഹബ് അനുസരിച്ച് സുന്നത്തുൽ മുഅക്കദയാണ്. നമസ്കാരം സാധാ സുന്നത്തല്ല, ശക്തിയായ സുന്നത്താണ്, സാധാരണ സുന്നത്തല്ല. ഏറ്റവും കുറഞ്ഞ 2 റക്അത്താണ്. ഷാഫി മദ്ഹബിൽ കുറഞ്ഞത് 2 റക്അത്താണ്. ഏറ്റവും കൂടിയത് 8 റക്അത്താണ്. 12 വരെ പറ്റും. 8 റക്അത്താണ്, 10 റക്അത്താണ് അഫ്ളൽ, 12 വരെ പറ്റും. ഹംബലി മദ്ഹബിൽ സുന്നത്തുൽ മുസ്തഹബ എന്ന് പറയും. സുന്നത്തുൽ മുസ്തഹബ, മാലികി മദ്ഹബ് പറഞ്ഞ പോലെ സുന്നത്തുൽ മുസ്തഹബ ഗ്രേഡിൽപ്പെട്ടതാണ്. ഏറ്റവും കുറഞ്ഞ 2 റക്അത്താണ്. ഏറ്റവും ശ്രേഷ്ഠമായത് 8 റക്അത്താണ്. കൂട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഇതാണ് മദ്ഹബ്. 4 മദ്ഹബിന്റെ വിഷയത്തിൽ ഈ നമസ്കാരത്തിന്റെ വിധിയും അതിന്റെ റക്അത്തുകളുടെ എണ്ണവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി നിസ്കരിച്ചിരുന്ന 8 റക്അത്താണ്? 4 റക്അത്താണ് ആയിഷ ബീവി പറയുന്നത്. ഇനി ഇതിന്റെ സമയം ഏതാണെന്നുള്ളതാണ്. എല്ലാ ഇമാമിയങ്ങളും ദുഹാസ്കാരത്തിന്റെ സമയം ഒന്നാണെന്ന് തന്നെ പറയുന്നത്.
പക്ഷെ അതിന് ശ്രേഷ്ഠമായ സമയം ഏതെന്ന് വിഷയത്തിൽ തർക്കമുണ്ട്. ദുഹാസ്കാരത്തിന്റെ സമയം തുടങ്ങുക സൂര്യൻ ഉദിച്ച് ഒരു 2 കുന്തം ഉയരുക എന്ന് അതിനെ കണക്കി പറയുക. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹാസ്കാരത്തിന്റെ സമയം ആരംഭിക്കും. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് നീങ്ങുന്നത് വരെ സമയമുണ്ട് എന്ന് പറഞ്ഞാൽ ളുഹ്ർ ബാങ്ക് വിളിക്കുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പ് വരെ ദുഹാസ്കാരത്തിന്റെ സമയമുണ്ട്. മധ്യാഹ്നത്തിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ളുഹ്റിന്റെ സമയമാകും. നീങ്ങുന്നത് വരെ ദുഹയുടെ സമയം. ഇതെല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഇതാണ് സമയം എന്ന് വിഷയം. പക്ഷെ ഈ സമയത്തിന്റെ ഉള്ളിൽ തന്നെ അഫ്ളലായ സമയം ഏതെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം. അതിലാണ് തർക്കം. ഹനഫി മദ്ഹബ് അനുസരിച്ച് സൂര്യൻ ഉദിച്ചുയർന്ന് ചൂടൽപ്പം ശക്തിപ്പെടുന്നത് വരെ പിന്തിക്കൽ സുന്നത്താണ്. അങ്ങനെ ഉദിച്ചുയർന്ന് ഉടനെ നിസ്കരിക്കാതെ അല്പം ചൂട് ശക്തിപ്പെടുന്നവരെ പിന്തിപ്പിക്കുക. മാലിക്കി മദ്ഹബിൽ സൂര്യൻ ഉദിച്ചുയർന്ന ഉടനെ നിസ്കരിക്കലാണ് അഫ്ളൽ. ഉടനെ നിസ്കരിക്കലാണ് അഫ്ളൽ. ഷാഫി മദ്ഹബിൽ ചൂട് ശക്തമായിട്ട് നിസ്കരിക്കലാണ് നല്ലത്. എന്ന് പറഞ്ഞാല് ളുഹ്ർ വരെയുള്ള സമയത്തെ 4 ഡിവൈഡ് ചെയ്താൽ അതിന്റെ 4/1 കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമിക നിയമപ്രകാരം പകൽ ആരംഭിക്കുന്നത് സൂര്യോദയം മുതലല്ല, സുബഹി ബാങ്ക് മുതലാണ്. ദിവസം ആരംഭിക്കുന്നത് എപ്പോഴാണ്? മഗ്‌രിബ് മുതലാണ്, രാത്രി 12 മണി വരെയല്ല. അപ്പൊ നമ്മുടെ ഒരു ദിവസം സുബഹി ബാങ്ക് മുതൽ ആരംഭിക്കും. അപ്പൊ സുബഹി ബാങ്ക് മുതൽ ളുഹ്ർ വരെയുള്ള സമയത്തെ 4 ഡിവൈഡ് ചെയ്താൽ അതിന്റെ ആദ്യത്തെ 4/1 കഴിയുമ്പോഴാണ് ദുഹയുടെ സമയം. അപ്പൊ 6:11 ഉദയമുള്ളൂ. ഇപ്പൊ സമയത്ത് 6:30 മണിയാണ്. 6:31 സമയം. അത് ഞാൻ പറയാം. ഇസ്റാഖും ദുഹായും ഒന്നാണോ രണ്ടാമോ വിഷയത്തിൽ എത്ര വ്യത്യാസമുണ്ട് മനസ്സിലായില്ലേ? അതിൽ ഗസാലിമ പറയുന്നത് 2-2 2-2. അതുപോലെ ഇബ്നു ഹജർ അൽ ഹൈതമി ഷാഫി മദ്ഹബിലെ അഗ്രഗണ്യനായ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നത് 2-2 പക്ഷെ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്നത് ഷാഫി മദ്ഹബിന്റെ ഒരു ഗ്രന്ഥമാണ്. പള്ളി ദർസുകളിൽ പഠിപ്പിക്കുക. അവിടെ പഠിപ്പിക്കുന്നത് 2-1. അപ്പോൾ അത് ഇമാമിങ്ങളിൽ അഭിപ്രായത്തിലുള്ള കാര്യമാണ്. ദുഹായും ഇസ്റാഖും 1-2. നമുക്കതിനകത്ത് 2 അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് 2 നിസ്കരിക്കാം, 1 അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് 1 നിസ്കരിക്കാം. 2 നിസ്കരിക്കുന്നെങ്കിൽ ആദ്യം ഇസ്റാഖ് നിസ്കരിക്കാം. ഉദിച്ചുയർന്ന് 20 മിനിറ്റ് കഴിയുമ്പോൾ ഇസ്റാഖ് നിസ്കരിച്ചിട്ട് പിന്നെ ദുഹ കുറച്ച് കഴിഞ്ഞ് ദുഹയുടെ ഷാഫി മദ്ഹബിൽ പ്രധാനപ്പെട്ട സമയം ഒരു 9 മണി 9:30 ആയിട്ടാണ് ശ്രേഷ്ഠമായ സമയം വരിക. സൂര്യനെ നന്നായിട്ട് ദുഹ സമയത്ത് ചൂട് ശക്തമാകുന്ന സമയം ഏകദേശം 9 മണിയൊക്കെ കഴിയുമ്പോൾ അതിന്റെ സമയമാകും. ഒരേ സമയത്ത് വ്യത്യാസം വരും. ഉദയത്തിനനുസരിച്ച് സമയം വരും. ഏകദേശം 9 മണി ഒക്കെ ആവുമ്പോൾ എന്ത് ചെയ്യും? ദുഹ നിസ്കരിക്കും. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഹംബലി മദ്ഹബില് പറഞ്ഞു ദുഹ ശക്തമായ സമയത്ത്. ഇനി ഇത് എവിടെ നിസ്കരിക്കണം എന്നുള്ളൊരു വിഷയമുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങളെല്ലാം വീട്ടിൽ നിസ്കരിക്കലാണ് ശ്രേഷ്ഠം. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നമസ്കാരങ്ങളിൽ കുറച്ച് നിസ്കരിക്കണം. വീടുകളെ നിങ്ങൾ മക്ബറകളെ പോലെ ആക്കരുതെന്ന് ഹദീസുണ്ട്. മക്ബറകളിൽ നിസ്കാരം നടക്കാറില്ല. വീടുകളെ നിങ്ങൾ ശൂന്യമാക്കിയിടരുത്. വീടുകളിൽ നിസ്കാരം ഉണ്ടാകണം. അത് സുന്നത്ത് നമസ്കാരങ്ങൾ കഴിയുന്നത് എന്ത് ചെയ്യുക? വീടുകളിൽ തന്നെ നിസ്കരിക്കുക. അത് ഫർദിന് മുമ്പ് ശേഷമുള്ള നിസ്കാരമാണെങ്കിൽ എവിടെ നിസ്കരിക്കണം നല്ലത്? വീട്ടിൽ നിസ്കരിക്കുക. പക്ഷെ വീട്ടിൽ നിസ്കരിച്ചാൽ ഇപ്പോൾ ഫർദ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തന്നെ നഷ്ടപ്പെടുന്നത് കണ്ട് എന്ത് ചെയ്യുക? ചിലപ്പോൾ വെളിയിലിറങ്ങുമ്പോൾ ആരെങ്കിലും സംസാരിച്ചാൽ ഒതു പോയി ഇനി ഇപ്പോൾ വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ എന്ത് ചെയ്യുക? വീട് പള്ളി തന്നെ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ വീടാണ് നല്ലത്. പക്ഷെ ദുഹാസ്കാരത്തിന്റെ വിഷയത്തിൽ പള്ളിയിൽ നിസ്കരിക്കലാണ് നല്ലത് എന്ന ചില അഭിപ്രായങ്ങളുണ്ട്. ദുഹ മാത്രം. പിന്നെ ഈ ദുഹാ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ് മഹാസ്കാരം. അതിന് പ്രാധാന്യം അറിയുന്ന ആളുകളൊന്നും ഇത് നിസ്കരിക്കാതിരിക്കാൻ സാധ്യതയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കൂട്ടുകാരനായ നബി എന്നോട് വസിയത്ത് ചെയ്തു 3 കാര്യം. ഞാൻ ആ 3 കാര്യം എൻ്റെ ജീവിതത്തിൽ വിട്ടിട്ടില്ല. എൻ്റെ കൂട്ടുകാരൻ എന്നോട് വസിയത്ത് ചെയ്ത 3 കാര്യം. ഒന്നാമത്തെ കാര്യം, എല്ലാ മാസവും ഒരു 3 ദിവസം നോമ്പ് പിടിക്കുക എന്നുള്ളതാണ്. എല്ലാ മാസവും അതേതാ 13, 14, 15 വെളുക്കാവ് ദിവസത്തിൽ മുന്തിയ നോമ്പ് പിടിക്കുക. രണ്ടാമത്തെ കാര്യം, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ത് നിസ്കരിക്കുക. വിത്ത് നിസ്കരിക്കാൻ മാത്രമല്ല, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ത് നിസ്കരിക്കുക. അതെന്താ അങ്ങനെ പറഞ്ഞത്? വിത്തറിന്റെ സമയം എപ്പോൾ വരെയുണ്ട്? സുബഹി ബാങ്ക് വിളിക്കുന്നതിന് വിത്തറിന്റെ സമയമുണ്ട്. എന്നോട് ഉറങ്ങുന്നതിന് വിത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. സമയം സുബഹി 2 താഴെ. വിത്ത് നിസ്കാരം ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കാം, ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റും നിസ്കരിക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറങ്ങുന്നതിന് നിസ്കരിക്കുന്ന ആളായിരുന്നു.
ഉമർ റളിയല്ലാഹു ഉറങ്ങി നിസ്കരിക്കുന്ന ആളാണ്. അത് രണ്ടുപേരുടെയും ഒരു ഇതാണ്. അബൂബക്കർ റളിയല്ലാഹു സൂക്ഷ്മത പിടിക്കുന്ന ആളാണ്. എങ്ങാനും എണീക്കുമ്പോൾ താമസിച്ചു പോയാലോ അത് ഇത്ര പോകരുത്. ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള ആളാണ്. ഞാൻ എണീക്കും, എന്താ അടിക്കാതിരിക്കും, ഉമർ അടിക്കാതിരിക്കും, അങ്ങനെയുള്ള തീരുമാനക്കാരനാണ് ഉമർ. ഉമർ എന്ത് ചെയ്യും? എണീച്ചിട്ട് നിസ്കരിക്കണം. നമുക്കും എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അബൂബക്കറാകാം, വേണമെങ്കിൽ ഉമറും ആകാം. അത് നമ്മുടെ ഇതനുസരിച്ച് തീരുമാനിച്ചോളൂ. ശരി, അത്രേ പറയാൻ വേണ്ടി. ഏതായാലും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ രാത്രിയിലെ അവസാന നിസ്കാരം വിത്റാകല് നല്ലതാണ്. ഈ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു നിസ്കാരമല്ല. ഉറങ്ങിയെണീക്ക് എന്ത് നിസ്കരിച്ചാലോ തഹജ്ജുദ് ആവും. ഒരാൾക്ക് ഇന്നലത്തെ നിസ്കാരം നിസ്കരിക്കാനുണ്ട്, ഉറങ്ങിയെണീക്ക് നിസ്കരിച്ചാൽ അതെന്താവും? തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് നിസ്കരിക്കാൻ എന്നുള്ള അർത്ഥമുള്ളൂ. ഒന്നും നിസ്കരിക്കാനില്ലെങ്കിൽ തഹജ്ജുദ് എന്ന നിയ്യത്ത് എന്ത് ചെയ്യുക? നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കുക. ഇപ്പൊ വിത്ര നിസ്കരിച്ചാലും വിത്ര എന്താവും? തഹജ്ജുദ് ആവും. കുഴപ്പമില്ല. അപ്പൊ എന്നോട് ഒന്നാമത്തെ കാര്യം എല്ലാ മാസവും 3 ദിവസം നോമ്പ് പിടിക്കുക. 2 ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കുക. മൂന്നാമത്തെ കാര്യം ദുഹാ നിസ്കരിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദുഹാ ഉപേക്ഷിച്ചിട്ടേ ഇല്ല. ഇത് അബൂ ഹുറൈറയോട് മാത്രമല്ല, വേറെ പല സഹാബാക്കളും വിശ്വാസം ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞ പിന്നെ ദുഹാസ്കാരത്തിന്റെ പ്രാധാന്യം പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് അൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദിക്കും സദഖ. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കിണിപ്പുകൾക്കും ഓരോ ദിവസവും സദഖ ചെയ്യേണ്ടതുണ്ട്. മനുഷ്യ ശരീരത്തിൽ എത്ര സുലാമി ഉണ്ടെന്നറിയോ? എത്രയാ? 360 സന്ധികളുണ്ട്. എണ്ണിയൊക്കെ അറിയാം. ഇതൊരു സന്ധി, ഇതൊരു സന്ധി. ഈ വരലിൽ തന്നെ 3 അല്ലേ? ഇങ്ങനെ ശരീരത്തിൽ മൊത്തത്തിൽ എണ്ണി വയ്ക്കുക. 360 സന്ധികൾ ശരീരത്തിൽ. ഓരോ സന്ധിക്ക് വേണ്ടി ഓരോ ദിവസം സദഖ ചെയ്യണം. എന്തിനാ? നമ്മൾ ഈ നടക്കണതൊക്കെ ഇതിന്റെ ബലത്തിലല്ലേ. ഒരെണ്ണത്തിനൊരു ചെറിയ വീഴ്ച സംഭവിച്ചാൽ റുക്കു ചെയ്യാൻ പറ്റൂല, സുജി ചെയ്യാൻ പറ്റൂല, ഗൗസുൽ ചെയ്യാൻ പറ്റൂല. ഇത് പടച്ചോൻ ഈ ആരോഗ്യം, ഈ സന്ധികളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് പടച്ചോൻ അത് തിരിച്ചു കൊടുക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? ഓരോ ദിവസം 360 സദഖ ചെയ്യണം. 360 അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിന്റെ ആരോഗ്യം നിലനിർത്തും. അല്ലെങ്കിൽ അവിടെ ഒടിവ്, ഇവിടെ ചതവ്, ഇവിടെ വേദന അങ്ങനെ തുടങ്ങും. എല്ലാ മുസ്ലിമും ചെയ്യണം 360. എന്നിട്ട് നബി പറയാണ്, എല്ലാവരുടെ കാശ് ഉണ്ടാവില്ലല്ലോ. കുല്ലു തഹ്ലീൽ കുല്ലു തസ്ബീഹത്തിൻ സദഖ. ഓരോ തസ്ബീഹും സദഖയാണ്. പൈസ കൊടുക്കണമെന്നില്ല. പൈസ ഉള്ളവരും സദഖ തസ്ബീഹില്ലല്ലോ കേട്ടോ. വേണ്ട, പൈസ ഉള്ളത് എന്ത് ചെയ്യാം? പൈസ ഇല്ലാത്തവർ എന്ത് ചെയ്യാം? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു സദഖയാണ്. 360 ഒന്ന് വീടി എന്തൊരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ഇനി 359 ചെയ്താൽ മതി. കുല്ലു തഹ്മീദത്തിൻ സദഖ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്തായി? സദഖയായി. കുല്ലു തഹ്ലീലത്തിൻ സദഖ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്തായി? സദഖയായി. അപ്പൊ ഇങ്ങനെ പറഞ്ഞാലും മതി. 360 പ്രാവശ്യം പറഞ്ഞാൽ മതി. വകുല്ലു തക്ബീറത്തിൻ സദഖ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്തായി? സദഖയായി. വഅംറു ബിൽ മഅറൂഫി സദഖ. ഒരാളോട് നന്മ കൽപ്പിച്ചാൽ എന്തായി? സദഖയായി. അതും സദഖയായി. വനഹീന അനിൽ മുൻകരി സദഖ. ഒരാളോട് തിന്മ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായി? സദഖയായി. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യണം? 360 ടാർഗറ്റ് തികയ്ക്കണം. ഓരോ ദിവസം ടാർഗറ്റ് തികയ്ക്കണം. എന്നിട്ട് നബി പറയാണ്, ഇതിനെല്ലാം പകരമാണ് 2 റക്അത്ത് മുവാസിരിക്കും. 2 റക്അത്ത് മുവാസിരിച്ചാൽ 360 സദഖയ്ക്ക് എന്തായി? പകരമായി. അതൊരു ഏറ്റവും നല്ല ബദൽ സംവിധാനമാണ്. വേറെ ചില ഹദീസിൽ ഇങ്ങനെയും പറയും. ഈ വേറെ ചില കാര്യങ്ങൾ വേണ്ടി പറയുന്നുണ്ട്. പള്ളിയിൽ നിന്ന് അഴുക്ക് നീക്കൽ ഒരു സദഖയാണ്. ഒരു അഴുക്കെടുത്ത് പള്ളിക്കാട്ടോടുത്ത് കളഞ്ഞാൽ എന്ത് ചെയ്യും? 1 വീടി. മനസ്സിലായില്ലേ? ഇതിനെല്ലാം പകരമായിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠത എന്ന് പറയുന്നത്. പിന്നെ വേറെ പല ഒരാൾ ദുഹാ നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഹജ്ജിന്റെ ഉംറയുടെ കൂലിയുണ്ടെന്ന് ചില ഹദീസുകളുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞ് ആ മജ്ലിസിലിരുന്ന് ദിക്റും തസ്ബീഹൊക്കെ ചൊല്ലി ഇസ്റാഖ് വരെ ഇരുന്ന്, സൂര്യോദയം വരെ ഇരുന്ന്, ഉദയം കഴിഞ്ഞ് ദുഹാ നിസ്കരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ മഖ്ബൂലായ ഹജ്ജിന്റെ ഉംറയുടെ കൂലി അല്ലാഹു തആല നൽകും. അതുപോലെ വേറെ ഹദീസിൽ ഇങ്ങനെയുണ്ട്, 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുന്നവനെ അവ്വാബീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല എഴുതും. അവ്വാബീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? അള്ളാഹുലേക്ക് മടങ്ങിയ ആളുകൾ. അവ്വാബ് എന്ന് പറഞ്ഞാൽ മടങ്ങിയ ആളുകൾ. അവ്വാബീങ്ങളുടെ കൂട്ടത്തിൽ അവരെന്ത് രേഖപ്പെടുത്തും. അവ്വാബീങ്ങൾ എന്ന് പറഞ്ഞാൽ തൗബ സ്വീകരിച്ച ആൾക്കാരെന്നാണ്. തൗബ സ്വീകരിച്ചവരെയാണ്. തൗബ ചെയ്തവരെയല്ല. തൗബ നമുക്ക് ചെയ്യണ്ടല്ലോ. തൗബ സ്വീകരിച്ചാൽ അയാളുടെ പേരാണെന്ത്? അവ്വാബ്. അപ്പൊ ദുആ നിസ്കരിക്കുന്ന ആൾക്കാരെ അല്ലാഹു ആരുടെ കൂട്ടത്തിൽ എഴുതും? അവ്വാബീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തും. 2 റക്അത്ത് ദുആ നിസ്കരിക്കുന്ന ആളെ ലം യുക്തബ മിനൽ ഗാഫിലീൻ,
ഗാഫിലീങ്ങളുടെ കൂട്ടത്തിൽ അവന്റെ പേര് എഴുതൂല. ഗാഫിൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധൻ. ഉലായിക്ക് മുകളിൽ ഗാഫിലു എന്ന് ഖുർആൻ പറഞ്ഞില്ല, അവർ അശ്രദ്ധരാന്ന് പറഞ്ഞില്ല. ഒന്നിനും ശ്രദ്ധയില്ല, ഒരു കാര്യത്തിനും ശ്രദ്ധയില്ലാത്ത ആൾക്കാർ. ദീനിന്റെയും ശ്രദ്ധയില്ല, ദുനിയാവിന്റെയും ശ്രദ്ധയില്ല. അക്കൂട്ടരിൽ ആരെ പെടുത്തൂല? നവാസ്കരിക്കുന്നവരെ അല്ലാഹു തആല പെടുത്തൂല. നമ്മുടെ പ്രശ്നം അശ്രദ്ധയാണല്ലോ, ഒന്നും ശ്രദ്ധയില്ല. അതുപോലെ 4 റക്അത്ത് നമസ്കരിക്കുന്ന ആളാണെങ്കിൽ അർശിൽ അവന്റെ പേര് ആബിദ് എന്നുള്ള അർത്ഥത്തിൽ എഴുതും. ആബിദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുന്നയാൾ. 4 റക്അത്ത് നമസ്കരിച്ചാൽ 6 റക്അത്ത് നമസ്കരിക്കുന്ന ആൾക്ക് ആ ദിവസം അല്ലാഹു തആല പ്രൊട്ടക്ഷൻ കൊടുക്കും, സംരക്ഷണം കൊടുക്കും. അന്ന് അവനൊന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. എത്ര വലിയ കാര്യം. 8 റക്അത്ത് നമസ്കരിക്കുന്നവൻ അല്ലാഹു തആല ഖാനിത്തായി കണക്കാക്കും. ഖാനിത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിന് വഴിപ്പെട്ടിയാണ്. മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞില്ലേ, കാനത്ത് മിനൽ ഖാനിത്തിൻ, മറിയം ബീവി ഖാനിത്തായിരുന്നു എന്ന് പറഞ്ഞു. കുനൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കുനൂത്ത് എന്ന് പറഞ്ഞാൽ വിനയം കാണിക്കാന്നാണ്. കുനൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോന്റെ വേണ്ടി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ സുബഹിയുടെ സമയത്ത് എഴുന്നേറ്റ് വന്നിട്ട് കൈ പടച്ചോനിലേക്ക് ഉയർത്തിയിട്ട് ഏറ്റവും വിനയാന്യതനായി നിന്നുകൊണ്ട് പടച്ചോനോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പടച്ചോൻ എനിക്ക് സന്മാർഗം നൽകണം, എനിക്ക് ആരോഗ്യം നൽകണം, എന്റെ ശരീരത്തിൽ കാക്കണം. ഇതാണ് കുനൂത്ത്. പടച്ചവനോട് താഴ്ന്നിക്കണം, അപേക്ഷയാണ്. ഇത് ചെയ്യുന്നയാളാണ് ഖാനിത്ത് എന്ന് പറയുന്നത്. ഈ ഖാനിത്യങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നീ ഇവരെ എഴുതും. 12 റക്അത്ത് നമസ്കരിക്കുന്ന ആൾക്ക് വേണ്ടി അല്ലാഹു തആല സ്വർഗത്തിലൊരു വീട് പണിത് കൊടുക്കുന്ന, സ്വർഗത്തിലൊരു കൊട്ടാരം അവന് ലഭിക്കും. സ്ഥിരമായി 12 റക്അത്ത് നമസ്കരിക്കുന്ന ആളുകൾ അല്ലാഹു അവന് പരീക്ഷണങ്ങൾ ആ ദിവസം കൊടുക്കില്ല. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ അവന് ഉണ്ടാവും. അതുപോലെ റിസ്ക് അധികരിക്കും. റിസ്ക് വിശാലമാകാൻ മഹാസ്കാരം കാരണമാകും. ഇവിടെയൊക്കെ എല്ലാവർക്കും വേണ്ടതാണല്ലോ റിസ്ക്. അന്നം കൂടാൻ, അന്നം ഭക്ഷണം മാത്രമല്ല, ജീവിത വിഭവങ്ങൾ വർദ്ധിക്കാൻ സ്ഥിരമായി ഉല്ലാസിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നരാവുന്നില്ല, കാര്യങ്ങൾക്ക് മുടക്കമുണ്ടാവില്ല. അവൻ്റെ കാര്യങ്ങൾ നടക്കും. അതിലൊരിക്കലും അല്ലാഹു തആല മുടക്ക് വരുന്നില്ല. ദാരിദ്ര്യം അല്ലാഹു തആല നീക്കിക്കളയും. ഇതൊക്കെ നിസ്കരിക്കുന്ന, സ്ഥിരമായി നിസ്കരിക്കുന്ന ആളുകൾക്കുള്ള ഒരു നേട്ടമാണ്. ഒരിക്കൽ സഹാബാക്കൾ യുദ്ധത്തിന് പോയി. കുറേ സഹാബാക്കൾ യുദ്ധത്തിന് പോയി. യുദ്ധം കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വന്നു. നന്നായിട്ട് ഗനീമത്ത് സ്വത്തും കിട്ടി. അപ്പൊ മദീനയിൽ ഈ വിഷയം ചർച്ചയായി. ഇവർ യുദ്ധത്തിന് പോയിട്ട് പെട്ടെന്ന് യുദ്ധം കഴിഞ്ഞ് ധാരാളം ഗനീമത്ത് സ്വത്തും കിട്ടി, ഇതെങ്ങനെ നടന്നു? ഇതൊരു അത്ഭുതമാണല്ലോ, ചർച്ചയായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അല അതുല്ലുക്കും അല അക്രമമിക്കും അഴ്സ, ഇതിനേക്കാളും പെട്ടെന്ന് ജയിച്ചു വരാവുന്ന യുദ്ധം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. ഇതിപ്പോ ഒരു പോയിട്ട് ഇത്രയെങ്കിലും എടുത്തുള്ളൂ. ഇതിനേക്കാളും പെട്ടെന്ന് ജയിച്ചു വരാവുന്ന ഒരു യുദ്ധമുള്ളൂ. വാക്കസറ ഗനീമ, ഇതിനേക്കാളും ഗനീമത്ത് സ്വത്ത് കിട്ടാവുന്ന ഒരു യുദ്ധവും പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമസ്കാരമാണ്. നമസ്കാരം 2 റക്അത്ത് നിസ്കരിക്കാൻ എത്ര സമയം വേണം? 3-4 മിനിറ്റ് മതി. അവിടെ നമ്മൾ ആരോട് യുദ്ധം ചെയ്യുന്ന? ശൈത്താനോടുള്ള യുദ്ധമാണ്. ആ സമയം എന്ന് പറഞ്ഞാൽ ആരും ഇതിനുവേണ്ടി തുനിയാത്ത. സുബഹി നിസ്കരിക്കുന്ന ആൾക്കാർക്ക് പോലും ദുഹാ സമയത്ത് അതിനുവേണ്ടി മെനക്കെടാൻ കഴിഞ്ഞോണമെന്നില്ല. ആ സമയത്ത് നമ്മൾ ശൈത്താനെതിരെ പോരാടുകയാണ്. പൊട്ടുന്ന പോരാട്ടം കഴിയും. 3 മിനിറ്റോടോ 4 മിനിറ്റോടോ പോരാട്ടം കഴിയും. കിട്ടുന്ന സ്വത്താണെങ്കിലോ ആഖിറത്തിലേക്കും ദുനിയാവിലേക്കുള്ള വലിയ മുതൽക്കൂട്ടാൻ കിട്ടുന്നത്. ദുനിയാവിലെ റിസ്കിൽ വിശാലത, ആഖിറത്തിൽ സ്വർഗത്തിലെ ഉയർന്ന ദറജകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. സ്വർഗത്തിലൊരു കവാടം, സ്വർഗത്തിൽ ദുഹാ നിസ്കരിക്കുന്നവർക്ക് പ്രത്യേക വാതിലുണ്ട് എന്ന്. ദുഹാ പതിവാക്കിയ ആളുകളെ വാതിലിലൂടെ വിളിക്കപ്പെടുകയും അതിലൂടെ അവർക്ക് കടന്നു പോകാൻ കഴിയുകയും ചെയ്യുമെന്നും ചില ഹദീസുകളിൽ വരുന്നു. ഇനി സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു അന്നഹു റഅ, സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരു കൂട്ടം ആളുകളെ കണ്ടു. യുസല്ലൂന ദുഹാ, അവർ ദുഹാ നിസ്കരിക്കുന്നു കണ്ടു. ഫഖാല, അപ്പോൾ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് അലിമു, ഇവർക്കറിയാം, അന്ന സലാത്ത ഫീ ഗൈരി സഅത്തി അഫ്ളു, ഈ സമയത്തല്ല ഇത് നിസ്കരിക്കൽ നല്ലത് എന്ന് ഇവർക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നിസ്കരിച്ചിട്ടുണ്ട്. നബിതങ്ങൾ ഇതിനെ അവ്വാബീൻ എന്നാണ് വിളിച്ചത്. അവ്വാബീങ്ങളുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് മടങ്ങിയ ആളുകളുടെ നിസ്കാരം എന്നാണ് വിളിച്ചത്. നബി ഇത് നിസ്കരിച്ചത് ഹീന തർമദുൽ ഫസ്ഫിസാലു, കുറച്ചുകൂടി ചൂട് പിടിച്ച സമയത്താണ് നബി നിസ്കരിച്ചത്. അപ്പൊ ഇവർ നിസ്കരിച്ചപ്പോഴായിരിക്കും കുറച്ച് നേരത്തെയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ശ്രേഷ്ഠമായ സമയപ്പോഴാണ് കുറച്ച് ചൂട് പിടിച്ചതിന് ശേഷമാണ് എന്ന് പറഞ്ഞത്. ഇനി ദുഹാ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ ഏതാണ്? ഏത് സൂറത്തും ഓതാം പ്രത്യേകിച്ച്. പക്ഷേ അറിയാവുന്ന ആളുകൾ ആദ്യത്തെ റക്അത്തിൽ വശംസി വളുഹാഹ, രണ്ടാമത്തെ റക്അത്തിൽ വളുഹ വല്ലി, ഇത് ഓതലാണ് നല്ലത്. വശംസി വളുഹാഹ ആദ്യത്തെ റക്അത്തിൽ, രണ്ടാമത്തേല് ആ രണ്ടിലെ സൂറത്തിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ? രണ്ടിലും എന്തുണ്ട്? ദുഹാണ്, രണ്ടിലും ദുഹാണ്. അതാണ് എന്റെ പ്രത്യേകത. ഇനി അതറിയില്ലെങ്കിൽ ആദ്യത്തേൽ കുല്യായുൽ കാഫിറൂന, രണ്ടാമത്തേൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അത് ഓതിയാൽ മതി. രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുകയാണെങ്കിലും അറിയില്ലാത്ത ആൾക്കാർ ഇത് തന്നെ ആവർത്തിച്ചാൽ മതി.
രണ്ടരക്കാലത്ത് സലാം വീട്ടണം, ആദ്യത്തെ കുലിയായിൽ കബർ, രണ്ടാമത്തെ റക്കാത്തിൽ അതാണ് അതിന്റെ ശ്രേഷ്ഠമായ സൂറത്ത് എന്ന് പറയുന്നത്. പിന്നെ ദുഹാസ്കാരത്തിൽ കഴിഞ്ഞ് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട 2 പ്രാർത്ഥനകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ബോർഡിലേക്ക് നോക്കും. എന്തൊക്കെയാണ് ദുആ? എഴുതി വായിക്കാൻ തിരിയുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നൽ ദഹാ വഹാഉക വൽ ബഹാഉ ബഹാഉക വൽ ബഹാഅ ബഹാഉക വൽ ജമാലു ജമാലുക വൽ ഖുവ്വത്തു ഖുവ്വത്തുക വൽ ഖുദ്റത്തു ഖുദ്റത്തുക വൽ ഇസ്മത്തു ഇസ്മത്തുക. അല്ലാഹുമ്മ ഇൻ കാന റിസ്ഖി ഫിസ് സമാഇ ഫഅൻസിൽഹു വഇൻ കാന ഫിൽ അർളി ഫഅഖ്രിജ്ഹു വഇൻ കാന മുഅസ്സിറൻ ഫയസ്സിർഹു വഇൻ കാന ഹറാമൻ ഫതഹിർഹു വഇൻ കാന ബഈദൻ ഫഖർരിബ്ഹു ബിഹഖി ദുഹാഇക വബഹാഇക വജമാലിക വഖുവ്വതിക വഖുദ്റതിക അഅ്തിനി മാ അതൈത ഇബാദക സ്വാലിഹീൻ. ഇതൊരു ദുആയാണ്, അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. നമസ്കാരം കഴിഞ്ഞ് ചെയ്യാൻ പറ്റും. ഇതിന്റെ അർത്ഥം ശ്രദ്ധിച്ചു. അല്ലാഹുവേ ഇന്നൽ ദുഹാ, നിശ്ചയമായി പ്രഭ എന്നുള്ളത് ദുഹാവുക നിന്റെ പ്രഭയാണ്. യഥാർത്ഥത്തിൽ ദുഹാ എന്ന് പറഞ്ഞാൽ പ്രഭ. ആ യഥാർത്ഥ പ്രഭ ആരുടെ പ്രഭയാണ്? നിന്റെ പ്രഭയാണ്. അതാണ് ഒറിജിനൽ. സൂര്യന്റെ പ്രഭയല്ലല്ലോ, നിന്റെ പ്രഭയാണ് ഏറ്റവും യഥാർത്ഥ പ്രഭ. വൽ ബഹാ, വെളിച്ചം എന്ന് പറയുന്നത് ബഹാവുക നിന്റെ വെളിച്ചമാണ്. ഏറ്റവും നല്ല വെളിച്ചമാരുടെ വെളിച്ചമാണ് പടച്ചോനെ, നിന്റെ വെളിച്ചമാണ്. വൽ ജമാല, ഏറ്റവും നല്ല സൗന്ദര്യം ജമാലുക നിന്റെ സൗന്ദര്യമാണ് ഏറ്റവും നല്ലത്. വൽ ഖുവ്വത്ത, ശക്തി എന്ന് പറയുന്ന ഖുവ്വത്തുക നിന്റെ ശക്തിയാണ് ഏറ്റവും നല്ല ശക്തി. വൽ ഖുദ്റത്ത, കഴിവെന്ന് പറയുന്നത് ഖുദ്റത്തുക നിന്റെ കഴിവാണ് ഏറ്റവും നല്ല കഴിവ്. വൽ ഇസ്മത്തു, സംരക്ഷണം ഇസ്മത്തുക നിന്റെ സംരക്ഷണമാണ് ഏറ്റവും വലിയ സംരക്ഷണം. നീ സംരക്ഷിച്ചാൽ ഒന്നും വരാനില്ല, നിന്റെ സംരക്ഷണമാണ്. എന്നിട്ട് പറയണം അല്ലാഹുവേ ഇൻകാന റിസ്കി, എന്റെ റിസ്ക് ഫിസ്സമായി, ആകാശത്തിലാണെങ്കിൽ ഫഅൻസിൽഹു ഇറക്കി തന്നെ. എനിക്ക് നിശ്ചയിച്ച ഒരു റിസ്ക് ഉണ്ടല്ലോ, അതിപ്പോ ആകാശത്തിലാണെങ്കിൽ നീ അത് എനിക്കിങ്ങനെ ഇറക്കി തന്നെ. അവിടെ പോയി എനിക്ക് എടുക്കാൻ പറ്റൂലല്ലോ. വൈകാന ഫിൽ അർളി, അത് ഭൂമിയിലാണെങ്കിൽ നീ നിശ്ചയിച്ച റിസ്ക് ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഫഅഖ്രിജ്ഹു, അതിങ്ങനെ പുറത്തേക്ക് തന്നെ. എനിക്ക് വെളിയിൽ കിട്ടിയാലേ എടുക്കാൻ പറ്റുള്ളൂ. നീ അത് പുറപ്പെടുവിച്ച് വെളിയിലേക്ക് തരണം. വൈകാന മുഅസ്സിറൻ, അത് എടുക്കാൻ പ്രയാസമാണെങ്കിൽ, ഞാൻ പോയി എടുക്കാൻ പ്രയാസമാണെങ്കിൽ ഫേസ്ബുക്ക് അത് എടുക്കാൻ നീ എളുപ്പമാക്കി തരണം. ആ വഴി നീ എളുപ്പമാക്കി തരണം. വൈകാന ഹറാമൻ, അത് ഹറാമാണെങ്കിൽ, നീ എനിക്ക് നിശ്ചയിച്ച റിസ്ക് ഹറാമാണെങ്കിൽ ഫതഹിർഹു, അതും ശുദ്ധമാക്കി തരണം, ഹലാലാക്കി തരണം. വൈകാന ബഈദൻ, അത് കുറെ ദൂരെയാണെങ്കിൽ ഫഖരിബ്ഹു, അത് അടുപ്പിച്ച് തരണം. എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റുമല്ലോ, നീ അടുപ്പിച്ച് തരണം. ബിഹഖി ലഹായിക, നിന്റെ പ്രഭയുടെ ഹക്ക് കൊണ്ട്, നിന്റെ പ്രഭയുടെ ഹക്ക് കൊണ്ട്. ബഹായിക, നിന്റെ വെളിച്ചത്തിന്റെ ഹക്ക് കൊണ്ട്. ജമാലിക, നിന്റെ സൗന്ദര്യത്തിന്റെ ഹക്ക് കൊണ്ട്. ഖുവ്വതിക, നിന്റെ ശക്തിയുടെ ഹക്ക് കൊണ്ട്. ഖുദ്റതിക, നിന്റെ കഴിവിന്റെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അഅ്തിനി, പടച്ചോൻ എനിക്ക് നീ തന്നെ മാ അഅ്തൈത ഇബാദക സ്വാലിഹീൻ, നിന്റെ സാലിഹ്യങ്ങളായ അടിമകൾക്ക് നീ എന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അതൊക്കെ എനിക്കും തന്നെ. എത്ര അർത്ഥവത്തായ ദുആയാണ്. അതിനകത്ത് ഊന്നി പറയുന്ന ഒരു കാര്യം റിസ്ക്കാണ്. നമുക്കെല്ലാം വേണ്ട റിസ്ക്കാണല്ലോ. ദുഹാസ്കാരത്തിന്റെ ഒരു നേട്ടവും ഏത് തന്നെയാണ്? റിസ്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ ദുആ നമ്മൾ കഴിയെങ്കിൽ എന്ത് ചെയ്യുക, പഠിച്ച് ചെയ്യുക. മൊബൈലിലൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം ചെയ്യുമ്പോൾ നമ്മൾ കാണാതെ പഠിക്കും. രണ്ടാമത് ദുആ എഴുതിയിട്ടുണ്ട്. ആ ദുആ നബി ആയിഷ ബീവി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാസ്കരിച്ച് കഴിഞ്ഞാൽ 100 പ്രാവശ്യം ഈ ദുആ പറയാറുണ്ട്. ആയിഷ ബീവി പറയുന്നുണ്ട്. അതെന്ത് ദുആ? അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം, അല്ലേ? അല്ലാഹുവേ ഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണമേ. വതുബ് അലയ്യ, എന്റെ മേൽ തൗബ സ്വീകരിക്കണമേ. ഇന്നക അന്ത തവ്വാബുർ റഹീം, നീ തൗബ സ്വീകരിക്കുന്നവനും റഹീം കരുണാനിധിയുമാണ് എന്നാണ്. വേറെ ചിലപ്പോൾ നബി ഇന്നക അന്ത ഗഫൂറുർ റഹീം എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നീ പുറത്തു വരുന്നവനും കരുണ ചെയ്യുന്നവനും. അപ്പൊ 2 രീതിയിൽ നബി പറഞ്ഞിട്ടുണ്ട് 100 പ്രാവശ്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ഇടയ്ക്ക് തവ്വാബുർ റഹീം എന്ന് പറയാം, ഇടയ്ക്കിടയ്ക്ക് ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞാൽ നബി ചെയ്ത 2നെ നമ്മൾ ചെയ്തവരായി 100 പ്രാവശ്യം നമസ്കാരം കഴിഞ്ഞ് പറയാം. പെട്ടെന്നുള്ള അറിയാവുന്നത് പോയാണ്. അങ്ങനെ പറഞ്ഞോണ്ട് പോയി നമസ്കാരം കഴിഞ്ഞ് കടയിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്താൽ നീ പറഞ്ഞുണ്ടെങ്കിൽ പോയാൽ മതി. വിശ്വാസം ചെയ്ത ഒരു ദ്വായാണ്. ഇതിൽ 2 കാര്യം ചോദിക്കാം. അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണമെന്ന് പറയുന്നുണ്ട്. പിന്നെ വതുബ് അലയ്യ, എന്റെ മേൽ തൗബ സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. മഗ്ഫിറത്തും തൗബയും 2. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയല, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയല. തൗബ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തൗബ എന്ന് പറഞ്ഞാൽ ഈ ഷർത്തുണ്ട്. തൗബക്ക് 4 ഷർത്തുണ്ട്. ചെയ്തുകൊണ്ടിരിക്കാൻ തെറ്റുകൾ നിർത്തണം, ഇനി ചെയ്യൂലെന്ന് തീരുമാനിക്കണം, ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കണം. ഇത് 3ഉം ചെയ്തിട്ട് തൗബ ചെയ്യുമ്പോഴാണ് തൗബ എന്ന് പറയുക. വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പറയാം. മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മനുഷ്യരുടെ ഇടപാട് തീർക്കണം. പൈസ കൊടുക്കാനുള്ളത് കൊടുക്കാതെ തൗബ ചെയ്തിട്ട് കാര്യമില്ല. മനുഷ്യരുടെ ബാധ്യതകൾ, അതാണ് ഈ ഇസ്തിഗ്ഫാറും തൗബയും തമ്മിൽ വ്യത്യാസം. അതാണ് ഇസ്തിഗ്ഫാറിനേക്കാൾ വിശാലമായ അർത്ഥം ഏതിനുണ്ട്? തൗബയ്ക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ 2 ദുആയും എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചിട്ട് കാണാതെ പഠിച്ചിട്ട് ചെയ്യുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ്, യബ്ന ആദം, അള്ളാഹു പറയാണ് മനുഷ്യ, ഇർക്കഇലി 4 റക്അത്ത്, നീ എനിക്ക് വേണ്ടി ഒരു 4 റക്അത്ത് നിസ്കരിക്കും. പിന്നെ അവലിന്റെ ഹാരി, പകലിന്റെ തുടക്കത്തിൽ എനിക്ക് വേണ്ടി ഒരു 4 റക്അത്ത് നിസ്കരിക്കും. എന്നാലോ അക്ഫീക ആഖറഹു, ആ പകലിന്റെ അവസാനം വരെ ഞാൻ നിനക്ക് മതിയായവനാണ്. നിനക്കൊന്നും ഞാൻ വരുന്നില്ല, ഞാനല്ലേ ഏൽക്കണത്, പടച്ചവനെ ഏൽക്കാൻ തോൽപ്പിരിക്കുന്നു. ഇത് ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു ദിവസത്തെ ഷെറുകളിൽ നിന്നുള്ള സംരക്ഷണമാണ് ദുഹാസ്കാരത്തോടെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ മൻസല്ല ദുഹ, ഒരാൾ ദുഹാസ്കരിച്ചാൽ 12 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ബനല്ലാഹു ലഹു ഖസ്റൻ മിൻ ദഹബിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ സ്വർണ്ണത്താലുള്ള ഒരു മാളിക പണിതു കൊടുക്കുന്ന, സാധാരണ വിട്ടേലിന്റെ അല്ല, സ്വർണ്ണ മാളിക അല്ലാഹു തആല പണിതു കൊടുക്കും. എന്തിനിപ്പോ സ്വർണം? നമുക്കവിടെ നിന്ന് കയറി കിട്ടിയാൽ മതി നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെയല്ല ആഗ്രഹിക്കേണ്ടത്, ഏറ്റവും ടോപ്പിലുള്ള സ്വർഗം ചോദിക്കണം. എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു തണലില് ഒന്ന് കഴിഞ്ഞുകൂടിയാൽ മതി, നല്ല ചോദിക്കേണ്ടത്. സ്വർഗം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും ടോപ്പ് സ്വർഗം ഫിർദൗസ് തന്നെ ചോദിക്കും. ഞാൻ നബിയുടെ അടുത്ത് തന്നെ എനിക്ക് ഇടം കിട്ടണം എന്ന് തന്നെ ചോദിച്ചേക്കാം. അള്ളാഹു ഔദാര്യാണല്ലേ, പടച്ചല്ലാതെ നമ്മളോട് എത്തിക്കട്ടെ. മറ്റൊരു ഹദീസ് പറഞ്ഞു, മൻ ഖഅദ ഫീ മുസല്ലാഹു ഹീന യൻസരിഫു മിൻ സലാത്തി സുബ്ഹി, സുബ്ഹ്സ്കാരം കഴിഞ്ഞ ഒരാൾ മുസല്ല തന്നെ ഇരുന്നു, ഹത്താ യുസബ്ബിഹ റകഅത്തൈ ദുഹ, ദുഹാസ്കരിക്കുന്നവർ അവിടെ തന്നെ ഇരുന്നാൽ, ലാ യഖൂലു ഇല്ലാ ഖൈറ, നന്മയല്ലാതൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഇരുന്ന് ഫിത്ന പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇരുന്നവൻ നന്മയല്ലാതൊന്നും പറഞ്ഞിട്ടില്ല. ദിക്റിലും തസ്ബീഹിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഗുഫിറ ലഹു ഖതായാഹു, എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ബൈൻകാന്ത അക്സറ മിൻ ദബദിൽ ബഹരി, സമുദ്രത്തിലെ നുരയേക്കാൾ അത് കൂടുതലാണെങ്കിലും ശരി. പറഞ്ഞ എത്ര പാപമുണ്ടെന്നുള്ള പഠിച്ചൊരു വിഷയമല്ല. ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ഈ ചെയ്യണമെങ്കിൽ വലിയ ക്ഷമ വേണം, അല്ലേ? ഇങ്ങനെ ചെയ്താൽ അല്ലാഹു തആല ചില തെറ്റുകൾ എന്ത് ചെയ്യും? പറഞ്ഞു പുറത്തു കൊടുക്കും. ഇനി അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ, നബി തങ്ങൾ ദുഹാസ്കരിക്കാറുണ്ടായിരുന്നു. ഹത്താ യഖൂല, ഞങ്ങൾ പറയുന്നത് വരെ ലാ യദൗഹ, നബിനെ ഒരിക്കലും ദുഹാസ്കാരം ഉപേക്ഷിക്കില്ല കേട്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നുമാറ് നബി എന്ത് ചെയ്യും? ദുഹാ പതിവായി യദൗഹ, നബി ചിലപ്പോൾ അതിനെ ഉപേക്ഷിക്കും. ഹത്താ യഖൂല, ഞങ്ങൾ പറയും ലായിസില്ലേ, ഇനി നബി ദുഹാസ്കരിക്കില്ലായിരിക്കും എന്ന് ഞങ്ങൾ പറയുന്നത് വരെ നബി എന്ത് ചെയ്യും? ദുഹാ ഉപേക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. എപ്പോൾ ഈ ഹദീസ് കേട്ടോന്ന് മനസ്സിലായി? ചിലപ്പോൾ നബി എന്ത് ചെയ്തിട്ടുണ്ട്? വിട്ടിട്ടുണ്ട്. വേറെ ഹദീസ് ഇങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, അന്ന സലാത്തു ദുഹാ ബിദ്അത്ത്, ദുഹാസ്കാരം ബിദ്അത്താണ്. ആരാ പറയുന്നത്? ഉമർ റളിയല്ലാഹുവിന്റെ മകൻ. അതാണ് ഞാൻ നേരത്തെ ഹദീസ് പറഞ്ഞത്. ഏത് ഹദീസ്? ഉമ്മഹാനിയുടെ ഹദീസ് പറഞ്ഞില്ലേ? ഏറ്റവും ജീവിതത്തിൽ തിരക്കുള്ള ദിവസത്തിൽ പോലും നബി എന്ത് ചെയ്തിട്ടില്ല? ദുഹാ വിട്ടിട്ടില്ല. നിസ്കരിക്കാൻ സ്ഥലം പോലും ഇല്ലാഞ്ഞിട്ടും വീട് തേടി വന്ന് നിസ്കരിച്ചു. ആ നബിയെ കുറിച്ചാണ് അബ്ദുല്ലാഹി റസൂലുള്ളാഹി എന്ന് പറയുന്നത്. ചിലപ്പോൾ നിസ്കരിക്കാൻ തുടങ്ങിയാൽ പിന്നെ വിടൂലാന്ന് തോന്നിപ്പോകും, നിസ്കരിക്കാതിരുന്ന നിസ്കരിക്കൂലാന്ന് തോന്നിപ്പോകും. ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ് സലാത്തു ദുഹാ ബിദ്അത്ത്, ദുഹാസ്കാരം ഏതാണ്? ബിദ്അത്താണെന്ന് പറഞ്ഞാൽ നബി ചെയ്യാത്തൊരു കാര്യമാണെന്ന് നടത്തുന്നത്. ഈ ഹദീസിന്റെയൊക്കെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തത്? ഹദീസുകൾ പരിധിയിൽ ഇങ്ങനെ പലതും കിട്ടും. അതിന് വിശദീകരണം ഇമാമിങ്ങൾ തന്നെ എഴുതി വെച്ചു. മഹ്മൂലുൻ അല അന്ന സ്വലാത്തഹ ഫിൽ മസ്ജിദി ദായിമൻ, സ്ഥിരമായി ഇങ്ങനെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനെ കുറിച്ചും അത് കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യുക? ഒരു പ്രകടനപരത ജനങ്ങളിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നത് വിധേയത്താണ്. ദുഹാസ്കാരം വിധേയത്താണെന്നല്ല, നബി ചെയ്തത് തന്നെയാണ്. സ്ഥിരമായി ഇങ്ങനെ ഒരു സമയത്ത് പള്ളിയിൽ പോയി ഇങ്ങനെ നിസ്കരിക്കുക. അപ്പൊ കാണുന്ന ആൾക്കാർക്ക് വിചാരിക്കുക ഇവനെ വലിയ ദുഹാസ്കാരക്കാരനൊക്കെ അതിനെ കുറിച്ച് വിചാരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ എന്താണ്? വിധേയത്താണ്. അപ്പൊ നമ്മുടെ അമല ആരെയും എന്ത് ചെയ്യണ്ട? അറിയിക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് വിധേയത്തായിട്ട് മാറുക. വീട്ടിൽ നിസ്കരിക്കാൻ പറ്റും, വീട്ടിൽ നിസ്കരിക്കുക. ഇനി പള്ളിയിൽ നിസ്കരിക്കുക. സമയം അങ്ങനെ കൃത്യമായി നമ്മൾ ആരെങ്കിലും കാണാൻ വേണ്ടിയോ കാണിക്കാൻ വേണ്ടി ആകാതിരുന്നാൽ മതി. ദുഹാസ്കാരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം തന്നെയാണ്. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം രാത്രി നിസ്കാരമാണ്. അപ്പോൾ ഒരാൾ മുത്തലക്കം സുന്നത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എവിടെയാണ്, എപ്പോഴാണ് നല്ലത്? പകലിനേക്കാളും രാത്രിയിലാണ് നല്ലത്. ദുഹാ സമയത്തെ കുറിച്ച് പറയുന്ന 2 സൂറത്തുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഏതൊക്കെ? ഒന്ന് മറ്റൊന്ന് വല്ലൈലി എന്നുള്ള സൂറത്തിന് തൊട്ടുമുമ്പുള്ള സൂറത്ത് ഏതാ? വല്ലൈലും സൂറത്തിന് തൊട്ടുമുമ്പുള്ളത് വല്ലൈലി ഇതായ എന്നുള്ള സൂറത്തായി. വല്ലൈലി ഇതായ വല്ലൈലിയുടെ അർത്ഥം എന്താ? രാത്രിയാണ് സത്യം. രാത്രി ഇരുൾ മൂടിയാൽ രാത്രിയെ തന്നെ സത്യം എന്നാണ് ആ സൂറത്ത് തുടങ്ങുന്നത്.
അത് കഴിഞ്ഞൊരു സൂറത്ത് തുടങ്ങണേനെ വല്ലുഹ, ലുഹാ സമയത്തെ തന്നെയാണ് സത്യം. വല്ലുഹ വല്ലൈലി, രാത്രിയെ തന്നെയാണ് സത്യം. അപ്പൊ ഈ ചേർന്ന് വന്ന ഈ രണ്ട് സൂറത്തുകളിലും രാത്രിയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ സൂറത്തിൽ രാത്രിയെ കുറിച്ച് മാത്രം പറയുന്നു. രണ്ടാമത്തെ സൂറത്തിൽ രാത്രി പറയുന്നതിനും എന്ത് പറയുന്നു? ലുഹായെ കുറിച്ച് പറയുന്നു. ഈ രണ്ട് സൂറത്തുകളുടെ പ്രത്യേകത, വല്ലൈലി സൂറത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സൂറത്താണ്, വല്ലുഹ സൂറത്ത് നബിയുടെ സൂറത്താണ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. വല്ലൈലി സൂറത്തിൽ പറയുന്നത് എന്താ? വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ ദക്കറ വൽ ഉൻസ ഇന്ന സഅയകും ലശദ്ദ. പിന്നെ എന്താ പറയാ? ഫഅമ്മാ മൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനിയസ്റുഹു ലിൽ യുസ്ര. ഫഅമ്മാ മൻ അഅത, ദാനം കൊടുത്തവൻ, വത്തഖ പടച്ചവൻ തഖ്വ ചെയ്തവൻ, പിന്നെ വസദ്ദഖ ബിൽ ഹുസ്ന പരലോകത്തിൽ വിശ്വസിച്ചവൻ, ഫസനിയസ്റുഹു ലിൽ യുസ്ര അവനെ ഞാൻ എളുപ്പമാക്കി കൊടുക്കുന്നു പറയുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ നന്മയുള്ള ആളാണ്. നന്മ ഏറ്റവും വലിയ നന്മയുള്ള ആളാണ് ഈ ഉമ്മത്തിൽ. അമ്പിയാക്കന്മാരെ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഒരു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു സുബഹി നമസ്കാരം കഴിഞ്ഞ് നബി ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് ഇന്ന് നോമ്പുകാരനായിട്ട് ആരുണ്ടെന്ന് ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, നിൽക്കുന്ന നോമ്പാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ടെന്നൊരു സാധുവിന് ഭക്ഷണം കൊടുത്ത ആളെന്ന് ചോദിച്ചു. ഞാനിന്നൊരു ഭക്ഷണം, എൻ്റെ അയൽവാസിക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് വരുന്നത് സാധു. നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് ഇന്ന് എന്താ രോഗിയെ സംബന്ധിച്ച് ആരുണ്ടെന്ന് വെച്ചു. അപ്പൊ ബുക്കള്ളാന്ന് ഞാൻ എൻ്റെ അയലോകത്തെ രോഗിയെ എപ്പോഴായിപ്പ ചോദിക്കണം? സുബൈ കഴിഞ്ഞപ്പോൾ ഇതപ്പം ചെയ്തിരിക്കണം. സുബൈക്കുമ്പോൾ രോഗിയെ സംബന്ധിച്ചിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള നന്മകളെല്ലാം അബൂബക്കറിൽ ഒരുമിച്ച് കൂടിയപ്പോൾ നബി പറഞ്ഞത് എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന ആളാണ് ആര്? എങ്ങോട്ട്? സ്വർഗത്തിലേക്ക്. എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന ആളാണ് അബൂബക്കർ. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ആളാണ് അതിന്റെ വിശ്വാസികളുടെ ഇഷ്ടം അബൂബക്കർ. ഈ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചാണ് അത് ഞാൻ പറയാം. ശേഷം പറയുന്ന ആരെ കുറിച്ചാണ്? വല്ലുഹ, ലുഹാ സമയത്ത് തന്നെയാണ് സത്യം, വല്ലൈലി രാത്രിയാണ് സത്യം. ഇത് നബിയുടെ സൂറത്താണ്. ഇതിനകത്ത് പറയുന്ന ആരെ കുറിച്ചാണ്? മാ വദ്ദഅക, നബിയെ മാ വദ്ദഅക റബ്ബുക, താങ്കളുടെ റബ്ബ് താങ്കളെ ഉപേക്ഷിച്ചിട്ടില്ല, അവൻ വെടിഞ്ഞിട്ടില്ല. വഹി കുറച്ചുനാൾ വന്നില്ല നിനക്ക്. ആദ്യം വഹി വന്നിട്ട് പിന്നെ വഹി നിലച്ചുപോയി. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു മുഹമ്മദിനെ അള്ളാഹ് പറ്റിച്ചതാണ്. കണ്ടോ, ആദ്യം കൊണ്ടൊരു ആശ പൂതി കൊടുത്തു, ഇപ്പൊ വഹി കൊടുക്കണില്ല. അപ്പോൾ അടുത്ത ആയത്തിറങ്ങി നബിയെ മാ വദ്ദഅക റബ്ബുക വമാ ഖല, താങ്കളുടെ റബ്ബ് താങ്കളെ ഉപേക്ഷിച്ചതല്ല. അത് ഈ മുശ്രിക്കുകൾ പറഞ്ഞതല്ലേ. പിന്നെന്താ അടുത്തത്? മാ വദ്ദഅക റബ്ബുക വമാ ഖല, അല്ലല്ല, പരലോകമാണ് താങ്കൾക്ക് ദുനിയാവിനേക്കാൾ ഉത്തമം. പിന്നെ അലമയ്യതൊക്കെ യതീമൻ, താങ്കളുടെ യതീമായിരുന്നില്ലേ? നബി യതീമായിരുന്നില്ല. പിന്നെന്താ? അല്ലാഹു അഭയം നൽകിയില്ലേ, സംരക്ഷിക്കാൻ ആളെ കണ്ടെത്തിയില്ലേ, അബ്ദുൽ മുത്തലിബിനെ അബൂ താലിബിനെ ഒക്കെ ഏൽപ്പിച്ചില്ലേ. പിന്നെ താങ്കൾ വഴിതെറ്റിയാളായിരുന്നില്ലേ, ഈ സന്മാർഗം താങ്കൾക്കില്ലായിരുന്നല്ലോ. താങ്കളെ ഈ സന്മാർഗത്തിലേക്ക് അള്ളാഹ് കൊണ്ടുവന്നില്ലേ. പിന്നെ താങ്കളൊരു ദരിദ്രനായിരുന്നില്ലേ, അള്ളാഹു താങ്കൾക്ക് സമ്പത്ത് നൽകിയില്ലേ യുദ്ധത്തിലൂടെ മറ്റും. അതുകൊണ്ട് യത്തീമിനെ ആട്ടിയോടിക്കരുത്, പമ്മസായിലെ എന്നൊക്കെ പറയുന്നത്. യത്തീമിനെ അവന്റെ മേലെ ആധിപത്യം സ്ഥാപിക്കരുത്, അനാഥയെ ആട്ടിയോടിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇത് നബിയുടെ സൂറത്ത്, നബിയെ കുറിച്ചാണ് പറഞ്ഞത്. നേരത്തെയുള്ള സൂറത്തിലോ അബൂബക്കർ. ഈ രണ്ട് സൂറത്തും തമ്മിൽ വല്ല വിടവുണ്ടോ? ഇല്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. നബിയും അബൂബക്കറും അങ്ങനെയാണ്. നബിയുടെ അബൂബക്കറിന്റെ ഇടയിൽ വാസിത്ത ഇല്ല. നബി കഴിഞ്ഞാൽ അബൂബക്കർ, അതിന്റെ ഇടയിൽ ഒരു മധ്യസ്ഥ ഇല്ല. ഒരാളില്ല ഇടയ്ക്ക്. റൗളയിൽ കിടക്കണേ എങ്ങനെയാ? നബിയുടെ തൊട്ടടുത്ത അബൂബക്കർ. നബി പലപ്പോഴും അനാവ് അബൂബക്കറിന് ഉമറും, ഞാനും അബൂബക്കറും ഉമറും പലപ്പോഴും പറയാറില്ല. എന്റെ അബൂബക്കറിന്റെ വിടവില്ല, ഞാനും അബൂബക്കറും അത്ര അടുത്താണ്. ഈ അബൂബക്കറിനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഷിയാക്കളുടെ വിശ്വാസം എന്താണ്? നമ്മൾ മനസ്സിലാക്കി. അബൂബക്കറും ഫിൽ ജന്ന, ആദ്യം സ്വർഗത്തിൽ കടക്കുമെന്ന് നബി പേരെടുത്ത് പറഞ്ഞ ആളാണ്. സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളോട് വിളിക്കപ്പെടുന്ന ആളാണ് അബൂബക്കർ. ഈ ഉമ്മത്തിൽ നബി അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠൻ, നബി കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? ഈ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചാണ് ആരെന്ന് പറയുന്നത്? ഷിയാക്കൾ പറഞ്ഞത്. നമ്മളെ വാവ് കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യം. ശരി, അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് അവർ പറയുന്നത് മുസ്ലിം അല്ല എന്ന് പോലും. അവിടെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഷിയാ വിശ്വാസത്തിനോടുള്ള നമുക്ക് ഉണ്ടായിരിക്കേണ്ട അകൽച്ച അവിടെയാണ്. ഹുസൈൻ അലി റളിയല്ലാഹുവിന്റെ മകനാണ് ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനാണ് അലി സൈനുൽ ആബിദീൻ. കർബലയിൽ നടന്ന യുദ്ധത്തിൽ നബി തങ്ങളുടെ
അലി റളിയല്ലാഹുവിന്റെ മക്കളിലും പേരക്കുട്ടികളിലും കൊല്ലപ്പെടാത്ത ഒരേ ഒരാൾ അലി സൈനുൽ ആബിദീനാണ്. അലി റളിയല്ലാഹുവിന്റെ മകൻ ഹുസൈന്റെ മകൻ അതാ അലി സൈനുൽ ആബിദീൻ. ഈ അലി സൈനുൽ ആബിദീൻ കൊല്ലപ്പെട്ടില്ല. ഈ അലി സൈനുൽ ആബിദീന്റെ മകനാണ് സെയ്ദ്. ഷിയാക്കൾ പ്രധാനമായിട്ടും 3 ഗ്രൂപ്പാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഒന്ന് ഇമാമിയാക്കൾ, ഇസ്നാസറ 12 ഇമാമിങ്ങൾ എങ്ങനെയിരിക്കുന്ന അക്കൂട്ടത്തിൽപ്പെട്ടയാണ് കാംനയും ഖുമൈനിയൊക്കെ മരിച്ച ഖുമൈനി. രണ്ടാമത്തെ വിഭാഗം ഇസ്മായിലികൾ എന്ന് പറയും. മൂന്നാമത്തെ വിഭാഗം സെയ്ദികൾ എന്ന് പറയും. ഏറ്റവും തീവ്രത കുറഞ്ഞ വിഭാഗമാണ് സെയ്ദികൾ. ഏറ്റവും തീവ്രത കൂടിയ ആളുകളാണ് ഇമാമിയാക്കൾ. സെയ്ദിയാക്കൾ എന്ന് പറയുന്നത് ഈ സെയ്ദ് റളിയല്ലാഹു ഏത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൻ അലി സൈനുൽ ആബിദീൻ കർബലയിൽ കൊല്ലപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ മകനാണ് സെയ്ദ്. ആ സെയ്ദിലേക്ക് ചേർത്താണ് സെയ്ദിയാക്കൾ എന്ന പേരിൽ ഇന്ന് ഷിയാക്കളിൽ ഒരു വിഭാഗം എന്ത് ചെയ്യുന്ന അറിയാം. അവരാണ് ഏറ്റവും തീവ്രത കുറഞ്ഞ വിഭാഗം. തീവ്രത കൂടിയ വിഭാഗക്കാരാണ് ഖാഫിലിയാക്കൾ. മൊത്തത്തിൽ ഈ സെയ്ദിയാക്കളിൽപ്പെട്ട അലി സൈനുൽ ആബിദീന്റെ മകനായ സെയ്ദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഇവര് ചെന്നു. ഷിയാക്കൾ ചെന്നു. എന്നിട്ട് ചോദിച്ചു, അബൂബക്കറിനെ കുറിച്ച് ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ആരോട് ചോദിച്ചു? സെയ്ദ് റളിയല്ലാഹുവിനോട് ചോദിച്ചു. അലി റളിയല്ലാഹു ഹസ്സൻ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി അലിയുടെ മകൻ അലി സൈനുൽ ആബിദീന്റെ മകനോട് ചോദിച്ചു. ഇവര് വിചാരിച്ചത് സെയ്ദ് റളിയല്ലാഹുവിന് ഇവരെ മാറ്റി പറയുന്ന, അതായത് കുറ്റപ്പെടുത്തുന്ന വിചാരിച്ച് അബൂബക്കറിനെ ഉമറിനെ ചോദിച്ചു. അബൂബക്കറിനെ ഉമറിനെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സെയ്ദ് റളിയല്ലാഹു പറഞ്ഞു, നിഅമൽ വസീറാനി വസീറ ജദ്ദി, എൻ്റെ വല്യാപ്പാടെ 2 മന്ത്രിമാരാണ് ഏറ്റവും നല്ല മന്ത്രിമാർ എന്നുള്ളത്. എൻ്റെ വല്യാപ്പാര നബിയുടെ ഏറ്റവും നല്ല സഹായികളാരായിരുന്നു? അബൂബക്കർ ഉമർ. ഇവരാണ് ഏറ്റവും നല്ലവർ എന്ന് പറഞ്ഞിട്ട് അബൂബക്കറിനെ ഉമറിനെ പുകഴ്ത്തി പറഞ്ഞു. ആര്? ഈ അലി സൈനുൽ ആബിദീന്റെ മകൻ സെയ്ദ് റളിയല്ലാഹു പുകഴ്ത്തി പറഞ്ഞു. അപ്പോൾ ഇവർ ദേഷ്യപ്പെട്ടു. സെയ്ദിനോട് ദേഷ്യപ്പെടുകയും അവിടുന്ന് തെറ്റിപ്പിരിയുകയും ചെയ്തു. അതുകൊണ്ടാണ് റവാഫിലിയാക്കൾ എന്ന് ഷിയാക്കൾക്ക് പേര് പറയാം. റവാഫ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചവർന്ന്. ആരെ ഉപേക്ഷിച്ചു? സെയ്ദിനെ ഉപേക്ഷിച്ചു. കാരണം എന്താ? സെയ്ദ് ആരെ സപ്പോർട്ട് ചെയ്തു? അബൂബക്കറിനെ ഉമറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സെയ്ദിനെ തള്ളി പറഞ്ഞു. അതുകൊണ്ടാണ് ഈ സെയ്ദിയാക്കൾ എന്ന് പറയുന്ന ഷിയ വിഭാഗമാണ് ഷിയാക്കിൽ ഏറ്റവും ഡോസ് കുറഞ്ഞ വിഭാഗം. നമ്മളോട് കുറച്ചൊക്കെ അടുപ്പുള്ള വിഭാഗം ഇതാണ് സെയ്ദിയാക്കൾ. ആ വിഭാഗത്തിൽപ്പെട്ട ആളല്ല ഖുമൈനി എന്ന് പറയുന്നത് മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഖുമൈനിയൊക്കെ അവരുടെ വിശ്വാസം അവരുടെ ഇമാമിങ്ങൾ മഅ്സൂമികളാണെന്നാണ്, തെറ്റിയാത്തവരാണെന്നാണ്. അവരുടെ ഇമാമിങ്ങൾ എന്ത് ചെയ്യില്ല, ലോകത്ത് തെറ്റിയില്ല എന്ന് ഇസ്മത്തുള്ളത് അമ്പിയാക്കൾക്ക് മാത്രമേ ഉള്ളൂ. അമ്പിയാക്കളല്ലാത്ത ആരിൽ നിന്ന് എന്ത് ചെയ്യാം? തെറ്റുകൾ, ഔലിയാക്കളിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാം. ഇവർ വിശ്വസിക്കുന്ന ഇവരുടെ ഇമാമിങ്ങളൊക്കെ ആരാണ്? തെറ്റിയാത്തവരാണെന്ന് വിശ്വസിക്കുന്നു. തന്നെയല്ല, ഇവരുടെ ഇമാമിങ്ങൾക്ക് അല്ലാഹു തആല നേരിട്ട് കൽപ്പന കൊടുക്കും. നബിക്ക് പോലും കൽപ്പന കൊടുക്കാൻ ജിബ്രീൽ വേണ്ടിയിരുന്നു.